അള്ളാഹിനോടുള്ള സ്നേഹം മികച്ചു വരാൻ തുടങ്ങി. അള്ളാഹുവിനെ എനിക്ക് എൻ്റെ റബ്ബിനെ അറിയണം, എനിക്ക് എൻ്റെ റബ്ബിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ അദ്ദേഹം പുറപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് മനസ്സിലാക്കാനുണ്ട്. നിൽക്കുന്നുണ്ട്, അത് അശുദ്ധിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ രജപുത്ര രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. പൃഥ്വിരാജിന്റെ അടുക്കൽ വന്നുകൊണ്ട്, അന്നത്തെ രാജാവായ പൃഥ്വിരാജിന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞു. പൃഥ്വിരാജ് എന്തു ചെയ്തു? ആ വെള്ളത്തിൽ നിന്ന് ഒന്ന് കുടിക്കാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഖാജാ റളിയല്ലാഹു അൻഹു അവരെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല. മറിച്ച് ഖാജാ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? ഒരു വിഷയമല്ല, അർശ് കണ്ടു, കുർസി കണ്ടു, ലൗഹു കണ്ടു, ഏഴാം ഭൂമിയുടെ അടിഭാഗം വന്നു, ഗജനാവനാകെ തുറക്കപ്പെട്ടു. ദുനിയാവിനെ പുറങ്കാല് കൊണ്ട് തട്ടി ഒഴിവാക്കിയിട്ടാണ് ഈ മഹാന്മാര് അള്ളാന്റെ മാർഗത്തിൽ വന്നത് തന്നെ. അവർക്ക് അർശ് കണ്ടുകൊണ്ട് എന്താവാൻ? അവർക്ക് അതുകൊണ്ട് ഒന്നും ആവില്ല. അവർക്ക് അള്ളാനെ കിട്ടണം, അർശിന്റെ സ്ഥാനപതിയെ കിട്ടണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ നബിയ്യിനാ മൗലാനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ നബിയ്യിനാ മൗലാനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. صدق الله العلي العظيم. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെ വിശ്വാസികളാക്കി. അല്ലാഹുവിലും ഈ നമ്മെയും സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തി. അൽഹംദുലില്ലാഹ്. മാത്രമല്ല അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിൻ്റെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകി. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ വീഡിയോവുമായി എത്താനുള്ള കാരണം, ഈ റജബ് മാസത്തിലാണ്, റജബ് 6-നാണ് നമ്മുടെ ഷെയ്ഖും ഇന്ത്യയുടെ സുൽത്താനുമായ അള്ളാഹുവിൻ്റെ വലിയായ അൽ ഖുത്ബ് അൽ ഫർദ് ബഹുമാനപ്പെട്ട ഖാജാ മൊയ്നുദ്ദീൻ ഹസൻ സഞ്ചർ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു വഫാത്തായത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്മരിക്കൽ നമ്മുടെ പാപമോചനമാണ് എന്നതിലുപരി അവരുടെ ജീവിതത്തിൽ നിന്നും കുറേ സന്ദേശങ്ങൾ നമ്മൾക്ക് കരസ്ഥമാക്കാനുണ്ട്. പ്രത്യേകിച്ച് ആത്മീയ വീതിയിൽ സഞ്ചരിക്കുന്നതായ മുറബിയായ ഷെയ്ഖുമാരുമായി ബൈഅത്ത് ചെയ്ത് മുന്നേറുന്നതായ ആളുകൾക്ക് വളരെയധികം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ ആ സ്പന്ദനങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് കുറച്ച് പറഞ്ഞ് നമുക്ക് ബറക്കത്തും അതുപോലെ തന്നെ പാഠവും നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖാജാ മൊയ്നുദ്ദീൻ ഹസൻ സഞ്ചർ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഈ ഗുലാമിന് ഇവിടെ സംസാരിക്കാനുള്ള തൗഫീഖ് തന്നെ കിട്ടിയത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖ്
സയ്യിദ് അഹമ്മദ് മുഹയ്യദ്ദീൻ ജീലാനി അൽ മഅറൂഫ് നൂരി ഷാ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ തുരീഖത്ത് അവർ നമ്മിലേക്ക് എത്തിച്ച ബഹുമാനപ്പെട്ട ഖാദിരി ചിശ്തി തുരീഖത്തുമായി ബൈഅത്ത് ചെയ്തത് കാരണമാണ്. ആ ബൈഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു വെറും ഇന്ത്യയുടെ സുൽത്താൻ മാത്രമല്ല, നമ്മുടെ ഏതെല്ലാം ആളുകൾ ചിശ്തി ത്വരീഖത്ത് സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ഷെയ്ഖുമാണ്, ആത്മീയ ഗുരുവുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട ഷെയ്ഖാണ് ഖാജ മൊയ്നുദ്ദീൻ ഹസൻ സൻദർ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു. ഇപ്പോഴും നമ്മുടെ ഏതൊരു സൽക്കർമ്മങ്ങൾ ഈ ത്വരീഖത്തിൽ വന്നവർ ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, ഏതെല്ലാം പദവികൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആർജിച്ചെടുത്തിട്ടുണ്ടോ എല്ലാം തന്നെ ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ നിസ്ബത്തിലായിട്ട് ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മളും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഓരോരുത്തരും മഹാനവറുകളോട് കടപ്പെട്ടവരാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ മഹാനവറുകൾ ഒക്കെ വന്നതിന് ശേഷമാണ് ബഹുമാന്യരായ സഹാബാക്കൾക്ക് ശേഷം അത് ആ ദീനിൻ്റെ സന്ദേശം, അതിൻ്റെ പ്രകാശം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ദീനിനെ ഈ ഇന്ത്യയിൽ വ്യാപിക്കാനുള്ള കാരണം മഹാനായ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അവർ വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തിയത്. അതായത് 90 ലക്ഷത്തോളം വരുന്ന ആ മുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് ഖാജ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ലല്ലോ. 90 ലക്ഷം എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി, ചെറിയ കാര്യമൊന്നുമല്ല. അവരിൽ നിന്ന് വ്യാപിച്ചതാണ് പിന്നെ അല്ലേ, ഉത്തരേന്ത്യയിലായാലും നമ്മുടെ നാട്ടിലായാലും എല്ലാം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുമായിട്ട് പ്രത്യേക ബന്ധമാണ്, പ്രത്യേകമായ ആകർഷണമാണ് ഈമാനുള്ള ഏതൊരാൾക്കും. ഇനി മറ്റുള്ളവർക്കാണെങ്കിലും അങ്ങനെ തന്നെ. ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന രജപുത്ര രാജാക്കന്മാർ, അന്നുണ്ടായിരുന്ന രാജാക്കന്മാരെല്ലാം പിന്നീട് ഖാജ തുടക്കത്തിൽ ഒന്ന് അവരുമായി എതിരു നിന്നെങ്കിലും പിന്നീട് ഖാജ റളിയല്ലാഹു അൻഹുവിന് സറണ്ടർ ആവുകയാണ് ചെയ്തത്. അങ്ങനെ ഇന്ത്യയുടെ മൊത്തം അന്ന് തന്നെ സുൽത്താനായിട്ട് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു അന്ന് ജീവിതകാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ സുൽത്താനായി മാറി. എല്ലാവരും അവർ അംഗീകരിക്കുക മാത്രമല്ല, അവരുടെ ശേഷം വന്ന അവരുടെ ഖലീഫയായ ജാനശീനായ ഖാജ ഷെയ്ഖുന ഖുത്ബുദ്ദീൻ ബഖ്തിയാർ കാക്കി എന്നിവരെയും അപ്രകാരം തന്നെ ഇന്ത്യയിലെ ജനത സ്വീകരിച്ചു. അവർക്ക് ശേഷം വന്ന ബാബ ഫരീദുദ്ദീൻ ഗഞ്ച ശക്കർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഖലീഫ അവരെയും സ്വീകരിച്ചു. അവർക്ക് ശേഷം വന്ന ഖാജ നിളാമുദ്ദീൻ മെഹബൂബ് ഇലാഹി അദ്ദഹ്ലവി മഹാനവറുകളെയും ഇന്ത്യ സുൽത്താനായിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. അവരും സുൽത്താനുൽ മശായിഖ് തന്നെയാണ്. അവർക്ക് ശേഷം വന്ന ഷെയ്ഖുന ഖാജ നസീറുദ്ദീൻ ചിറാഖ് ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെയും ഇന്ത്യയിലെ ജനത അപ്രകാരം സ്വീകരിച്ചു. അവർക്ക് ശേഷം വന്ന അവരുടെ ഖലീഫ സയ്യിദ് ഖാജ ബന്ദെ നവാസ് ഗസുദറാസ് മുഹമ്മദ് ഹുസൈനി കർണാടകയിലുള്ള റളിയല്ലാഹു തആല മഹാനവറുകളെയും ഇന്ത്യയിലെ ജനത സന്തോഷത്തോടെ സ്വീകരിച്ചു. ഇത് പ്രധാനികളാണ്. ഇന്നും ആ സിൽസിലയിലാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നൂരി ഷാ ജീലാനി റളിയല്ലാഹു അൻഹു അവരുടെ ഖുലഫാക്കൾ, അതുപോലെ തന്നെ വേറെയും അവരുടെ സിൽസിലയിൽ നിന്നും ശാഖകളായി വരുന്ന എത്രയോ സിൽസിലകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖിന്റെ ഈ സിൽസില പുറത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഖാജ റളിയല്ലാഹു അൻഹു തിരുനോട്ടമാണ്. ഇതാണ് ഫയലാൻ. ഖാജ റളിയല്ലാഹു അൻഹു ഫയലാൻ ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇന്നും എല്ലായിടത്തേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആലയുടെ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ഖാജ മൊയ്നുദ്ദീൻ ഹസൻ സൻദർ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നും ഇന്ത്യയുടെ സുൽത്താൻ ആരാണ്? ഖാജയാണ്. ഏതൊരു എലക്ഷൻ വരുന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയാണ് ഖാജയുടെ അടുക്കൽ പോവാത്തുള്ളത്? എല്ലാവരും ഇലക്ഷന്റെ മുന്നേ ആയിക്കാണ് മോഡി വരെ ഖാജ റളിയല്ലാഹു ഹളറത്തിൽ പോയത് കാണാൻ സാധിക്കും.
അല്ല, ഇതിനു മുന്നുള്ള ഭരണാധികാരികളും ഇന്ത്യയിൽ ഭരിച്ച ഭരണാധികാരികൾ അഖിലവും അവിടെ പോയി സറണ്ടർ ആവുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇപ്പോഴും അവർ തന്നെയാണ് സുൽത്താൻ. അതാണ് സുൽത്താൻ അൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവ്, ഇന്ത്യയുടെ സുൽത്താൻ, ഇന്ത്യയുടെ അധികാരി, അള്ളാഹുവിന്റെ ഇജാസത്ത് പ്രകാരം. മഹാനായ ഖാജ മുഈനുദ്ദീൻ ഹസൻ സഞ്ജദ് ചിശ്തി അജ്മീരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഹിജ്റ 522 ഇറാനിലെ സിജിസ്ഥാൻ എന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. മഹാനവറുകൾ ഖുർആൻ ഹാഫിളാണ്. ഖുർആൻ ഹിഫിളാക്കി ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹുസാമുദ്ദീൻ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഖുർആൻ ഹിഫിളാക്കിയത്. അവരുടെ പിതാവ് വലിയ പണ്ഡിതനും സൂഫി വര്യനുമായിരുന്നു, അള്ളാഹുവിൻ്റെ വലിയായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ പിതാവിൽ നിന്നാണ് തുടക്കത്തിൽ എന്നല്ല, മതപരമായ വിദ്യാഭ്യാസം, ബാഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസവും ആന്തരികമായിട്ടുള്ള തുടക്ക പ്രാരംഭഘട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം തൻ്റെ സ്വന്തം പിതാവിൽ നിന്നാണ് മഹാനവറുകൾ കരസ്ഥമാക്കിയത്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ. കാരണം മഹാനവറുകൾക്ക് 11 വയസ്സാവുമ്പോൾ തന്നെ തൻ്റെ പിതാവ് നിര്യാതനായി. റിയാസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെടുകയാണ്. അവരുടെ വഫാത്തിന് ശേഷം ആകെ അനന്തരമായി കിട്ടിയത് ഒരു തോട്ടമാണ് മഹാനായ ഖാജ റളിയല്ലാഹു തആല അൻഹു. ആ തോട്ടത്തെ പരിപാലിച്ച് അതിലുള്ള പഴങ്ങൾ എല്ലാം വിൽപ്പന നടത്തി, അങ്ങനെയുള്ള ആ ഒരു ഇതിലാണ് മഹാനവറുകൾ എന്ത് ചെയ്തത്, ജീവിച്ചു വന്നത്. ചരിത്രം പറയുന്നത് കാണാൻ സാധിക്കും, എല്ലാവർക്കും അറിയാം, എന്നാലും ബർക്കത്തിന് വേണ്ടി പറയുകയാണ്. മഹാനവറുകൾ ഇങ്ങനെ ഒരിക്കൽ തോട്ടത്തിൽ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നനച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ആ കാലഘട്ടത്തിലുള്ള മജ്ദൂബായ അറിയപ്പെട്ട ഒരു വലിയ ആ തോട്ടത്തിലേക്ക് ക്ഷീണത്തോടു കൂടിയിട്ട് കയറി വരികയാണ്. അപ്പൊ അവർ വന്ന സന്ദർഭത്തിൽ മൂപ്പരുടെ പേര് ഷെയ്ഖ് ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു. അപ്പൊ അവരങ്ങനെ ആ തോട്ടത്തിലേക്ക് കയറി വന്ന സന്ദർഭം ഇത് കണ്ട ഖാജ റളിയല്ലാഹു അൻഹു, അന്ന് ചെറുപ്പക്കാരനാണ്, ബാലനാണ്, തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഈ പ്രകാശിക്കുന്ന മുഖമുള്ള ഈ വലിയ അള്ളാഹുവിൻ്റെ അടുത്ത് ഉന്നത പദവിയുള്ള ഈ മജ്ദൂബിനെ കണ്ടപ്പോൾ, ഏത് ഔലിയാക്കളായാലും അവരൊക്കെ പണ്ട് മുതലേ അസലിയായിട്ട് തന്നെ അള്ളാഹുവിൻ്റെ വിലായത്തുള്ളവരെ, പ്രത്യേകിച്ച് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി, അതുപോലെ നമ്മുടെ ഷെയ്ഖായ ഷെയ്ഖുന ഗൗസുൽ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാബ ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ ഉമർ സുഹ്റവർദി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബഹാവുദ്ദീൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മശായിഖന്മാർ, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്രാഹിം ദസൂഖി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ തന്നെ ഷെയ്ഖ് അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള ഈ മഹാന്മാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരെ ചെറുപ്പം മുതൽ തന്നെ മനസ്സിലാകേണ്ട ഒരു പാപവും ചെയ്യാതെ, അതായത് അള്ളാഹു വിരോധിച്ച ഒരു കാര്യങ്ങളിലും ഏർപ്പെടാതെ അങ്ങനെ വെറും അള്ളാഹുവിൻ്റെ ദീനിൽ മാത്രം മുഴുകി, അവരിൽ മാത്രം മുഴുകി ജീവിച്ചു വളർന്നു വരുന്ന മഹാന്മാരാണ് ഇവർ. നമ്മൾ സാധാരണ ആളുകളെ പോലെ അല്ല, ഔലിയാക്കളിൽ തന്നെ അവർ പ്രത്യേകത ഉള്ള ആളുകളാണ്. കാരണം അള്ളാഹു അവിടെ മുതലേ അവർ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന നൂറുൽ മശായിഖ് റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിലും അങ്ങനെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ ഷെയ്ഖായ ഖുതുബുൽ മശായിഖ് സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹു, അവരുടെ ചരിത്രം കാണാൻ പറ്റും. അവരുടെ ഷെയ്ഖായ അത് എന്താ, കാരണം ഇവരൊക്കെ ഷെയ്ഖന്മാർ, ഇവരുടെ പിതാക്കന്മാരാണ് മശായിഖന്മാരാണ്. നൂറുൽ മശായിഖിന്റെ പിതാവിന് ഉന്നതമായ ഗൗസുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഉന്നതമായ എന്താ പറയുക മർത്തബയുള്ള ആളായിരുന്നു. അവരെ സ്വന്തം മകനെ ചെറുപ്പം മുതൽ അങ്ങനെ വളർത്തി. ബഹുമാനപ്പെട്ട സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളെ നൂറുൽ മശായിഖ് ചെറുപ്പം മുതലേ തൻ്റെ തെർബിയത്തിൽ വളർത്തി, തൻ്റെ അടുക്കൽ തന്നെ വളർത്തി അങ്ങനെ കൊണ്ടുവന്നു. അങ്ങനെയാണ് അവർക്ക് അങ്ങനെ തിന്മയിലേക്ക് പോകാൻ ഒരു മാർഗം പോലും ഉണ്ടാക്കി കൊടുത്തില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ ഷെയ്ഖ്, നമ്മുടെ ത്വരീഖത്തിൽ ജാനഷീനും നമ്മുടെ ഷെയ്ഖുമായ ഷെയ്ഖുന സയ്യിദ് ആരിഫുദ്ദീൻ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താനം ബഹുമാനപ്പെട്ടവർ സയ്യിദ് അഹമ്മദ് മുഹയ്യിദ്ദീൻ ജീലാനി അൽ മഅറൂഫ് നൂരി ഷസാനി
തവ്വലല്ലാഹു അംറഹു വറഫഅ ദറജതഹു. മഹാനവറുകളും അങ്ങനെ തന്നെ നമ്മൾ കണ്ടതാണ്. ആ ചെറുപ്പം മുതലേ തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ ഘട്ടങ്ങളും ഷെയ്ഖുന ഇപ്പോഴുള്ള ആ ഷെയ്ഖുനാക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ പോലും ഇല്ലാതാക്കി. എപ്രകാരം എന്ന് വെച്ചാൽ സ്കൂൾ വിദ്യാഭ്യാസം പോലും സ്വന്തം വീട്ടിലാണ്. അതായത് ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും മറ്റുള്ള ഭൗതിക വിദ്യാഭ്യാസം സ്വന്തം വീട്ടിൽ അധ്യാപകർ വന്ന് പഠിപ്പിച്ച് അങ്ങനെയാണ് വളർന്നത്. പുറമെ പോയിട്ടൊരു ഒരു വേണ്ടാത്ത ഒരു അള്ളാഹു ഹറാമാക്കിയ ഒരു നോട്ടത്തിലേക്കോ മറ്റോ പോവരുത് എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ജീവിതം കണ്ടതാണ്. അവരുടെ ജീവിതം ആ ചെറുപ്പത്തിൽ അങ്ങനെ അവരൊക്കെ അങ്ങനെ വന്നതാണ്. അവർ തിന്മയ്ക്കുള്ള സാഹചര്യം പോലും ഇല്ലാതെ അങ്ങനെ ജീവിച്ചു വളർന്നു വന്ന് അങ്ങനെയാണ് ഇപ്പതാ ജാനശി. ചിലവരൊക്കെ പറയും ഇത് എന്താ പറയുക ജാനശീൻ എന്നുള്ളതൊക്കെ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷെയ്ഖാവലൊക്കെ മക്കള് അങ്ങനെ വരൽ ഇസ്ലാമിൽ ഇല്ലല്ലോ എന്ന് പറയും. ഇല്ല, അങ്ങനെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അതിൻ്റെതായ യോഗ്യത ഉള്ളവരാണ് ആ സ്ഥാനത്തിരുത്തുക. ശരിയായ മശായഖന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഷെയ്ഖുമാർ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ, ഇവരുടെ ശിഷ്യന്മാരിൽ ഏറ്റവും യോഗ്യരായി ഇവർക്ക് പിന്നെ കണ്ടെത്തിയത് അവരുടെ സ്വന്തം മക്കളെയാണ്. അതാണ് അതിൻ്റെ വിഷയം. കാരണം അവർക്ക് നല്ല പെർഫെക്റ്റ് അത്ര ഉറപ്പായിരുന്നു അവർ തൻ്റെ മക്കളെ എങ്ങനെയാണ് വളർത്തിയത് എന്നും. മാത്രമല്ല ആ മക്കൾ ആ വിധത്തിൽ ആ തൻ്റെ പിതാവിനെ ആത്മീയ ഗുരുവായി കണ്ട ആ വിധത്തിൽ തെർബിയത്തിൽ നിന്ന് ശിക്ഷണം കരസ്ഥമാക്കി ഉന്നതമായ ഔലിയാക്കൾ ഉന്നതമായ മർത്തബ അവർക്ക് ഉണ്ടായതിനു ശേഷമാണ് അവരാ സ്ഥാനത്ത് വായിച്ചിട്ടുള്ളത്. അതിന് അർഹരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഷെയ്ഖുനാനൊക്കെ പറയുന്ന ആരിഫുദ്ദീൻ ജീലാനി സർക്കാരൊക്കെ മക്കത്ത് പോയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് റൗള ഷരീഫിൻ്റെ അവിടെ പോയിട്ടും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും റുജുവായി അങ്ങനെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് അനുവാദം കിട്ടിയിട്ടാണ് അവരൊക്കെ ആ സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അല്ലാതെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവർക്കൊക്കെ പെട്ടെന്ന് തെളിച്ചം കിട്ടും, പെട്ടെന്ന് കാര്യങ്ങൾ കശ്ഫാവും. അങ്ങനെ ബഹുമാനപ്പെട്ട അന്നത്തെ അറിയപ്പെട്ടതായിട്ടുള്ള ഒരു മജ്ദൂബായ വലിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവിടെ വന്നപ്പോൾ, ആ തോട്ടത്തിലേക്ക് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി മഹാനവറുകൾ ഓടി വരികയാണ്. അവരുടെ പൂർണ്ണനാമം അന്ന് ഖാജയായിട്ടില്ല, അവരുടെ പൂർണ്ണനാമം സയ്യിദ് മുഈനുദ്ദീൻ ഹസൻ എന്നാണ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ആ ബാലന് അവിടെയുള്ള കുറച്ച് പഴങ്ങളൊക്കെ പറിച്ച് അത് ചാറാക്കി ജ്യൂസാക്കി ഈ ക്ഷീണിതനായ ഈ ഒലിയിന് കൊണ്ടുപോയി കുടിപ്പിക്കുകയാണ് ചെയ്തത്, സൽക്കരിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ പോലെ ഇന്നത്തെ ജ്യൂസൊക്കെ എങ്ങനെ അല്ലെ, അന്നത്തെ പഴങ്ങളെങ്ങനെ അല്ലെ, വളമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ വലുതായി അങ്ങനെയൊക്കെ പഴം കായ്ച്ച് അതിനൊക്കെ പലതും ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് പഴുപ്പിച്ച് പിന്നെ അതിൽ പഞ്ചസാര വൈറ്റ് പോയിസണൊക്കെ ചേർത്ത് പിന്നെ വെള്ളം ചേർത്ത് ചിലർ പാലും കൂടി ചേർത്ത് അങ്ങനെ ജ്യൂസ് മെഷീനിലൊക്കെ ഇട്ട് ജ്യൂസാക്കിയിട്ടാണ് നമ്മൾ ചാറ് കിട്ടുക. അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ അതങ്ങനെ വേണമെങ്കിൽ കഷ്ണിക്കും, എന്നിട്ട് അത് പീയലാണ്. മുന്തിരി പീഞ്ഞിട്ട് അങ്ങനെ കിട്ടുന്ന ചാറാണ്. ഏതായാലും ശരി, അങ്ങനെ കുടിച്ചപ്പോൾ ആ അദ്ദേഹത്തിന് ക്ഷീണമൊക്കെ മാറി, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഇദ്ദേഹം കശ്ഫ് കറാമത്തുള്ള ഒരു മഹാനായിരുന്നു. മഹാനവറുകൾ ഖാജാ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി എന്നവരുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അവർക്ക് തുറന്നു കൊടുത്തു. മഹാനവറുകൾ സന്തോഷമായിട്ട് തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും ഒരു റൊട്ടി എടുത്ത് കടിച്ച് അതിൻ്റെ ബാക്കി ഈ ബാലന് കൊടുക്കുകയാണ്, വായിൽ വെച്ച് കൊടുക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് തൻ്റെ എന്താ പറയുക ഭാണ്ഡത്തിൽ ഉണ്ടായിരുന്ന ഒരു പഴം, ആ പഴം എടുത്തും കൊണ്ട് ഭക്ഷിപ്പിച്ചു എന്നാണ്. എന്തൊക്കെ ആയാലും ശരി മഹാനായ ഷെയ്ഖ് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അവരുടെ ഭാണ്ഡത്തിൽ നിന്നും ഒരു വസ്തു എടുത്തുകൊണ്ട് അവരുടെ ഉമിനീരോട് കൂടി ചേർത്ത് അവർക്ക് വായിൽ വെച്ചു കൊടുത്തപ്പോൾ ഖാജ റളിയല്ലാഹു അൻഹു അത് കഴിച്ചതോടുകൂടി അവർക്ക് അവരുടെ ഹാല് മാറുകയുണ്ട്. മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഉന്നതമായ ഒരു അവസ്ഥ, ഒരു ലഹരിയിൽ, ഒരു മസ്തില് അവർ അകപ്പെടുകയുണ്ടായി. അവർക്ക് അതോടുകൂടിയിട്ട് അല്ലാഹു തആല അള്ളാഹിൻ്റെ ഔലിയാക്കളിലൂടെ ആളുകളിലേക്ക് മാറ്റം വരുത്തുകയാണ്. ഈ മഹാനവറുകളിൽ ഒരു മാറ്റം വരികയാണ്. ഈ മഹാനായ വലിയിൻ്റെ അവരുടെ ആ ബർക്കത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാജാ റളിയല്ലാഹുവിന്റെ ആന്തരികത്തിൽ നിന്നും ദുനിയാവിനോടുള്ള ആ ഒരു ആകർഷണം അങ്ങനെ നീങ്ങിപ്പോയി. ഉള്ളിൽ പ്രത്യേകമായൊരു ലഹരി വന്നു, അള്ളാഹുവിനെ അറിയാനുള്ള ഒരു ആഗ്രഹം വന്നു, അള്ളാഹിനോടുള്ള സ്നേഹം ഉള്ളിൽ വരാൻ തുടങ്ങി.
ഭൗതികമായിട്ടുള്ള ആഡംബരങ്ങളോടും ആ ജീവിതത്തിനോടൊക്കെ അപ്പോഴുണ്ടായിരുന്ന ജീവിതത്തിനോടൊക്കെ വിരക്തി തോന്നുകയുണ്ടായി. അങ്ങനെ മഹാനവറുകൾ അവിടെ ഉണ്ടായിരുന്ന തോട്ടം പോലും അതുപോലെ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന ഭൗതികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം വിറ്റ് അള്ളാഹിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത് അവർക്കുള്ളിൽ ഈ വന്ന ഈ ഒരു ആവശ്യത്തിനായി അന്വേഷിച്ച് ഇറങ്ങുകയാണ് ചെയ്തത്. അള്ളാഹുവിനെ അള്ളാഹിനോടുള്ള സ്നേഹം മികച്ചു വരാൻ തുടങ്ങി. അള്ളാഹുവിനെ എനിക്ക് എൻ്റെ റബ്ബിനെ അറിയണം, എനിക്ക് എൻ്റെ റബ്ബിനെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ അദ്ദേഹം പുറപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ഒരു പോയിന്റ് മനസ്സിലാക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ ഒരാളെ അള്ളാഹു താല ഒരു വ്യക്തിയെ നേരാക്കണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവല്? അള്ളാഹു താല ആ വ്യക്തിയുടെ കൽബിൽ നിന്നും ദുനിയാവിനോടുള്ള സ്നേഹം ഇല്ലാതാക്കുകയാണ് ചെയ്യുക. ദുനിയാവിനോടുള്ള ഒരു മഹബത്ത് അത് ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അത് ഇല്ലാതാവുമ്പോഴാണ് ആ ഹൃദയമാകുന്ന പാത്രത്തിലേക്ക് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുള്ള ഇഷ്ക് മഹബത്ത് നിറയുകയുള്ളൂ. ആ ഒരു അവസ്ഥ ഇല്ലാതെ ആർക്കും വിലായത്ത് ലഭിക്കില്ല. വിലായത്ത് ലഭിച്ചാൽ അല്ലെ മാരിഫത്ത് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അള്ളാഹു ദുനിയാവിനോടുള്ള തേട്ടവും ദുനിയാവിനുള്ള ആഗ്രഹവുമാണ്, അതിനെ സമ്പാദിക്കാനുള്ള ആഗ്രഹമാണ് നമ്മളുടെ മനസ്സിൽ വരുന്നത് എങ്കിൽ നമ്മൾ എവിടേക്കും എത്തിയിട്ടില്ല. അള്ളാഹു താല ഇഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അള്ളാഹു താല ഒരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദുനിയാവിനോടുള്ള മഹബത്ത് നീങ്ങും. എങ്ങനെയാണ് നീങ്ങുന്നത്? അള്ളാഹുവിന്റെ തിരിച്ച് ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയാണ്. അള്ളാഹു താല ഖാജ റളിയല്ലാഹു അൻഹു അതോട് കൂടിയിട്ട് അള്ളാഹു താല ഖാജ റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ ദുനിയാവിന്, ഈ സമ്പത്തിന്, ഈ സ്വത്തിന്, ഈ തോട്ടത്തിന്, ഈ പഴത്തിന്, ഇതിൽ കൂടി കിട്ടുന്ന പണത്തിന് ഒന്നും സ്വന്തമായിട്ട് എനിക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ സാധ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യം തെളിഞ്ഞ് യഖീനാവുകയാണ്. ഇതിലൂടെ എല്ലാം എൻ്റെ കാര്യകർത്താവ്, എനിക്ക് ഉപകാരം ചെയ്യുന്നവനും എനിക്ക് കാര്യങ്ങളെല്ലാം നിറവേറ്റി തരുന്നതും എൻ്റെ മൗലയായ ഹഖ് തആല മാത്രമാണ്. സർവ്വ ചരാചരങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എന്നെ പരിപാലിക്കുന്ന അള്ളാഹു ആണെന്നുള്ള യഖീൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് അള്ളാഹ് ദുനിയാവിനുള്ള മഹബത്ത് പോവുകയും അള്ളാഹിനുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. മനസ്സിലാവുന്ന ഇത് പണ്ട് മുതലേ നമ്മളെ ഉള്ളിൽ ഈ വസ്തുക്കളാണ് കാര്യം നടത്തുന്നത്. ഈ വസ്തുവിലൂടെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പണം അല്ലേ, ഉദ്യോഗം, നല്ല ഉദ്യോഗം. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്? ഇതിനോടുള്ള ഒരു തേട്ടം, ഇത് സമ്പാദിക്കാനുള്ള ആഗ്രഹം, ഇത് കൂടുതൽ ഈ പണം എങ്ങനെ എനിക്ക് സ്വരൂപിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു അത്യാഗ്രഹത്തോടു കൂടി നമ്മൾ മുന്നേറുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് നമ്മളെ അനുഭവങ്ങൾ അങ്ങനെയാണ്. ഇതൊരു മറയാണ്. അള്ളാഹു താല ഇതിലൂടെ അള്ളാഹിനെ കാണാനുള്ള കണ്ണ് നമുക്ക് വന്നില്ല. ഈ വസ്തു തന്നെയാണ് എല്ലാം തരുന്നത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പൂജിക്കുന്നു, അത് തരുന്നവരെ പൂജിക്കുന്നു. ബാഹ്യമായിട്ട് അള്ളാഹുവിന് ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അള്ളാഹു താലാക്ക് നിർബന്ധമായി ചെയ്യുന്ന നിസ്കാരങ്ങൾ പോലും ഒരു ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ പെട്ടു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ജോലി ചെയ്തു, നിസ്കാരം കല ആയാലും കല ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലൂടെ ഇത്ര പണം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ആ നിസ്കാരം കല ആക്കിയിട്ട് അവർ ആ ജോലി ചെയ്യും. എന്നിട്ട് പറയും അള്ളാഹ്ക്കറിയാമല്ലോ എൻ്റെ അവസ്ഥ എങ്ങനെയാണ്. ആ അവസ്ഥയിലേക്ക് വരാൻ കാരണം എന്താ? അള്ളാഹ്ക്ക് അന്നെ അറിയാം, നീ അള്ളാഹിനെ അറിഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ വേണ്ട വിധം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്, അല്ലെ? അപ്പൊ ഇതാണ് ഇത് എനിക്ക് ഉപകരിക്കും, ഈ പണം എനിക്ക് ഉപകരിക്കും, ഈ സ്വത്ത് എനിക്ക് ഉപകരിക്കും എന്നുള്ള ഇത് പോണെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ മഅരിഫത്ത് നമ്മുടെ ഉള്ളിൽ വരണം. ശരിക്കും മുറബ്ബിയ ഷെയ്ഖിനെ പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ്. മുറബ്ബിയ ഷെയ്ഖിനെ പിടിച്ചത് കൊണ്ടോ ബൈഅത്ത് ചെയ്തത് കൊണ്ടോ ഒന്നും എന്താവില്ല, അതുകൊണ്ട് ഒരു തുരീഖത്തുകാരനാവണം എന്നില്ല. തുരീഖത്തുകാരനാവണമെങ്കിൽ ഇപ്പൊ ഈ ഖാജ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടതുപോലെ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ ദുനിയാവിനുള്ള മഹബത്ത് എപ്പോൾ പുറപ്പെടുന്നോ അപ്പോഴാണ് ഒരു തുരീഖത്തുകാരൻ ശരിക്കാവുള്ളൂ. ബൈഅത്ത് ചെയ്തു, ഔലിയാക്കളുടെ നിസ്ബത്ത്, അവരുടെ വഴിയിൽ പ്രവേശിച്ചു എന്ന് പറയാം. ആ പ്രവേശിച്ച ആള്, ബൈഅത്ത് ചെയ്ത ആള് ഇതിനു വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മഅരിഫത്ത്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള മഅരിഫത്ത് കരസ്ഥമാക്കുകയും തന്നെ സംബന്ധിച്ചും ഈ ദുനിയാവിന്റെയും യാഥാർത്ഥ്യങ്ങൾ ഷെയ്ഖിൽ നിന്ന് തിരിച്ചറിയുകയും ചെയ്ത് പതുക്കെ 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 അവന് അതിൽ നിന്നൊക്കെ ഹൃദയത്തിൽ നിന്നും ആ സ്നേഹമൊക്കെ പോയി. അങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നതിനനുസരിച്ച് അള്ളാഹുവിനോടും റസൂലിനോടും അവരുടെ ഹൃദയത്തിൽ വരാൻ തുടങ്ങി.
അങ്ങനെ ആവുമ്പോഴാണ് അവരെന്താവുന്നുള്ളൂ, ത്വരീഖത്തിലേക്ക് അപ്പോഴാണ് അവർ പ്രവേശിക്കുന്നുള്ളൂ. അവന്റെ ഹൃദയത്തിൽ എപ്പോൾ അള്ളാഹുവിനോടുള്ള മഹബത്ത് പ്രവേശിച്ചോ, അള്ളാഹുവിനെ എപ്പോൾ അവൻ ലക്ഷ്യമാക്കി, അപ്പോഴവൻ ത്വരീഖത്തിൽ യഥാർത്ഥത്തിൽ പ്രവേശിച്ചിട്ടുള്ളൂ. മറ്റത് ഔലിയാക്കളുമായി ബൈഅത്ത് ചെയ്തോ, നിസ്ബത്ത് എടുത്തോ, ബർക്കത്തൊക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അവൻ പൂർണ്ണനല്ല. അതിന് ഏത് കാലം വരെ അവന്റെ ലക്ഷ്യം അള്ളാഹു ആകുന്നില്ലയോ അതുവരെ അവൻ പൂർണ്ണനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണനല്ല എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ പൂർണ്ണനല്ല എന്ന്, ത്വരീഖത്തിൽ പൂർണ്ണത വീണ്ടും വീണ്ടും അതിൽ സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഖാജാ റളിയല്ലാഹു അൻഹു ഈ 100 ഒലിയിൽ നിന്ന് 100 പ്രവേശിച്ചുള്ള അവരുടെ ഹൃദയത്തിൽ നിന്ന് ദുനിയാവിനുള്ള മഹബത്ത് പോയി, എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ യാത്രയായി. ദുനിയാവിനെ ഹൃദയത്തിൽ നിന്നാണ് നീക്കേണ്ടത്. പോക്കറ്റിൽ പണം ഉണ്ടായത് കുഴപ്പമൊന്നുമില്ല, മനസ്സിലാവുണ്ടോ? ഭാര്യ വേണം, മക്കൾ വേണം, ദുനിയാവ് വേണം, ഒക്കെ വേണം. പക്ഷെ ദുനിയാവിനുള്ള മഹബത്താണ് പാടില്ലാത്തത്. ദുനിയാവിനേക്കാൾ കൂടുതൽ മഹബത്ത് അള്ളാഹുവിനോട് അവന്റെ റസൂലിനോടാണ്. ദുനിയാവിനോട് മഹബത്തേ വേണ്ട. കാരണം എന്താ? ദുനിയാവിനോട് നിനക്ക് ഉപകരിക്കുന്നത് അള്ളാഹു ആണെന്ന് മനസ്സിലായി പിന്നെ ആ അള്ളാഹിനോടാവും മഹബത്ത്. ദുനിയാവിനോട് അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പ്രവർത്തിക്കുക, ഹലാലായ ജോലി ചെയ്യണം, ഒക്കെ വേണം, എല്ലാം വേണം. പക്ഷെ ഹൃദയം അള്ളാഹുവുമായിട്ടായിരിക്കണം. അങ്ങനെയാണ്, ഹൃദയം അള്ളാഹുവുമായിട്ടായിരിക്കണം, മഹബത്ത് അള്ളാഹുവുമായിട്ടായിരിക്കണം. അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞവരെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിക്കണം. ഉമ്മയെ സ്നേഹിക്കണം, ഉപ്പയെ സ്നേഹിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, കൂട്ടുകുടുംബാദികളെ സ്നേഹിക്കണം, രക്തബന്ധങ്ങളെ സ്നേഹിക്കണം, അല്ലെ, ഗുരുനാഥനെ സ്നേഹിക്കണം. ഏതുവരെ സൃഷ്ടികൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതൊക്കെ അള്ളാഹിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. കാരണം അള്ളാഹു അവരുമായി നമ്മളെ ബന്ധപ്പെടുത്തുകയും അള്ളാഹു താല അങ്ങനെയുള്ള സ്നേഹബന്ധം സ്ഥാപിക്കാൻ നമ്മളോട് പറയുകയും ചെയ്തു. മാത്രമല്ല അവരെ അള്ളാഹു നമുക്ക് ഹൃദയത്തിൽ ഇണക്കി തന്നു, നമ്മോട് ഇണക്കി തന്നു. അള്ളാഹു നമുക്ക് അമാനത്തായി ഇവരെ നമ്മോട് ബന്ധപ്പെടുത്തി തന്നു. എന്നിട്ട് ഇവരോട് അള്ളാഹു സ്നേഹം തന്നതിന് ശേഷമാണ് ഇവരോട് കടപ്പാടുകൾ പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിനും റസൂലിനുമായിരിക്കണം എല്ലാവരെക്കാൾ കൂടുതൽ സ്നേഹം ഉണ്ടാവേണ്ടത്. അപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യവും മുന്തി നിൽക്കും. അള്ളാഹുവിന്റെ റസൂലിന് വെറുത്ത കാര്യത്തിൽ ഈ ദുനിയാവിനെ, ഈ ബന്ധപ്പെട്ടവരോ നമ്മൾ വഴിപ്പെടുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഈ ദുനിയാവിനെ നമ്മൾ വഴിപ്പെടുകയുള്ളൂ. അങ്ങനെയാണ് അതിന്റെ ശരി. ഓക്കെ, അതിനാണ് യഥാർത്ഥ സുഹൃദി എന്ന് പറഞ്ഞത്. യഥാർത്ഥ സുഹൃദി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്നും ദുനിയാവിനോടുള്ള അകൽച്ച ഉണ്ടാവുക എന്നാണ്. ഹൃദയത്തിൽ അള്ളാഹുമായി ബന്ധം ഉണ്ടാവണം. ദിൽ ബയാർ ദസ്തേ ബക്കാർ. ഇതാണ് ഖാജാ റളിയല്ലാഹു സന്ദേശമാണ് ഈ പറഞ്ഞു വരുന്നത്. ഖാജാ റളിയല്ലാഹു ഇവ റസൂലുള്ളാഹിയുടെ ഉമ്മത്തികളോട് വളരെയധികം സ്നേഹവും കാരുണ്യമുള്ളവരെയും. ഖരീബ് നവാസ് എന്നാണ് അവരെ സംബന്ധിച്ച് എന്താ പറയുക സ്ഥാനപ്പേര് പറയുന്നത്. ഖരീബ് നവാസ് എന്ന് പറഞ്ഞാൽ പാവങ്ങളെ, അശരണരെ, അഗതികളെ, ദരിദ്രരെ അവരെ സഹായിക്കുന്ന, അനുഗ്രഹിക്കുന്നവർ എന്ന നവാസ്, അനുഗ്രഹിക്കുന്നവർ എന്നാണ്. അത്ര സ്നേഹമുള്ളവരാണ്, മനസ്സിലാവും. ആ സന്ദേശമാണ് ഈ പറയുന്നത്. സൃഷ്ടികളോട് സ്നേഹവും വേണം, അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്ന് മാത്രം. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിനോടുമാണ് ഏറ്റവും കൂടുതൽ ഇതിനേക്കാൾ ഉപരിയായി സ്നേഹം ഉണ്ടാവേണ്ടത്. ആ അള്ളാഹുവിനും റസൂലിന്റെയും തൃപ്തിക്കാണ് ഈ സൃഷ്ടികളോടുള്ള സ്നേഹം ഉണ്ടാവേണ്ടത്. ആ തൃപ്തിക്ക് വേണ്ടി ഖാജാ റളിയല്ലാഹു അൻഹു സൃഷ്ടികൾ സ്നേഹിച്ചു. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു. അത് പ്രത്യേകം അള്ളാഹു തആല തെരഞ്ഞെടുക്കുകയാണ്. അള്ളാഹിന്റെ ഔലിയാക്കളൊക്കെ കാണാൻ സാധിക്കും. മഹാനായ ഗൗസുൽ ആദം സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു കാണാൻ സാധിക്കും. ഒരു കാലഘട്ടത്തിൽ അവരെല്ലാം ഉപേക്ഷിച്ചു കാട്ടിലേക്ക് പോയി, ഇറാഖിലെ വനാന്തരങ്ങളിൽ അങ്ങനെ പോയി. അതല്ല ചിലവരെ ഉന്നതങ്ങളിൽ അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. എന്നിട്ട് ഇങ്ങോട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് അള്ളാഹു തആല അവരെ മടക്കുകയും ചെയ്യും. ഈ സൃഷ്ടികളുടെ ഖിദ്മത്തിന് വേണ്ടി അള്ളാഹു തആല അവരെ സൃഷ്ടികളിലേക്ക് മടക്കുകയും ചെയ്യും. അല്ലാഹ്. അപ്പൊ അങ്ങനെ അതിലത് പാടുണ്ട് എന്ന് പറയാം. നമ്മള് ഔലിയാക്കളെ വേണം. ഇന്നത്തെ ആ കാലഘട്ടത്തിൽ ആളുകൾ ശൈഖുമാരുമായി ബൈഅത്ത് ചെയ്യുന്നത് തന്നെ എന്തിനാണ്? കൂടുതൽ ദുനിയാവ് കിട്ടാൻ, ദുനിയാവിന് ബറക്കത്ത് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആ നയം തന്നെ ശരിയല്ല. അതിനുവേണ്ടി മുരീദുമാരെ സ്വീകരിക്കുന്നവരും ശരിയല്ല, യഥാർത്ഥ ശൈഖുമാരല്ല. മുരീദുമാരെ സ്വീകരിക്കേണ്ടത് അള്ളാഹുവിലേക്ക് ഇവരെ ശുദ്ധീകരിക്കാനും ഇവർക്ക് അള്ളാഹുവിൽ നിന്നും തന്റെ മശായിഖന്മാരിലൂടെ അള്ളാഹുവിൽ നിന്നും കിട്ടിയ തനിക്ക് ലഭിച്ച വിലായത്തും തനിക്ക് ലഭിച്ച നൂറും ഉപയോഗിച്ച് ഈ അടിമകളെ ബൈഅത്ത് ചെയ്ത് ത്വരീഖത്ത് പ്രവേശിപ്പിച്ച് ഈ അടിമകൾ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തവരെ ശുദ്ധീകരിച്ച് അള്ളാഹുവിന്റെ ഖുർബും വസൂലും വിലായത്തും അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയായിരിക്കണം ഒരു മുരീദിനെ, ഒരു സാധകനെ ത്വരീഖത്തിൽ പ്രവേശിപ്പിക്കേണ്ടത്. ഈ സാധകനും ത്വരീഖത്തിൽ പ്രവേശിക്കാനുള്ള ലക്ഷ്യം അള്ളാഹു ആയിരിക്കണം. ബറക്കത്തോ എന്താ പറയാ ദുനിയാവ് കരസ്ഥാക്കലാവരുത്.
എന്നാലും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിനൊക്കെ ലക്ഷ്യമാക്കി വന്ന് കണ്ട് ബൈഅത്ത് ചെയ്താലും നമ്മളെ പഴയ, കാരണം നമ്മൾക്ക് തിരിച്ചറിവ് വന്നിട്ടില്ലല്ലോ, അപ്പോൾ പഴയതായ ആ ദുനിയാവിനുള്ള മഹബത്തും പ്രതിപത്തിയും ഒക്കെ നമ്മളിൽ ഉണ്ടാവും. അത് ഷെയ്ഖിന്റെ സഹവാസത്തിൽ നിന്ന് അത് ദൂരീകരിക്കണം. ദൂരീകരിക്കുന്നതിനനുസരിച്ച് അള്ളാഹിനോടുള്ള മഹബത്തും റസൂലിനോടുള്ള മഹബത്തും ഉള്ളിലേക്ക് വരികയും നിന്റെ ലക്ഷ്യം ഇഖ്ലാസ്, നീ ഈ ഇഖ്ലാസ് എന്തെയും പൂർണ്ണമാവുകയും ചെയ്യും. നിന്റെ ലക്ഷ്യം പിന്നീട് അള്ളാഹു മാത്രമായി മാറും. മറ്റേ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾക്ക് ദുനിയാവ് ഉണ്ടായിരിക്കും. കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ നെയ്യത്തൊക്കെ വെച്ച് അള്ളാഹ്ക്ക് വേണ്ടി, കാരണം അള്ളാഹിനോടുള്ള ഒരു ഏതൊരു മൂമിനും ഒരു മഹബത്ത് ഉണ്ടാവും അള്ളാഹിനോട്. ആ മഹബത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനെ കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ കോൺഷ്യസ് മൈൻഡ് നെയ്യത്ത് വെച്ച് ബൈഅത്ത് ചെയ്യുന്നത്. അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നും അബോധ മനസ്സിൽ നിന്നും ഉപബോധ മനസ്സിൽ നിന്നും എല്ലാം ഇത് നീങ്ങി, അതായത് റൂഹിൽ നിന്നും സിറിൽ നിന്നും എല്ലാം ഇത് നീങ്ങി അവിടെയൊക്കെ ഹക്ക് തു ഹക്ക് ഹക്ക് മാത്രം ആവുന്ന ഒരു അവസ്ഥ ഇവനക്ക് വരുമ്പോൾ ഇവന്റെ ലക്ഷ്യം ലാ മഖ്സൂദ ഇല്ലല്ലാ, അല്ലല്ലാതെ ലക്ഷ്യമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇവനെത്താണ്. അങ്ങനെയാണ് ത്വരീഖത്തിൽ ഈ സാധകൻ, ഈ മുരീദ് മുന്നേറുന്നത്. അതുവരെ ത്വരീഖത്തിൽ മുന്നേറാൻ പറ്റില്ല. അതുവരെ ഇവൻ തന്റെ ഷെയ്ഖിൽ നിന്നും ശരീഅത്ത് ശരിയാക്കുകയാണ്. ഇവൻ പാപത്തിൽ നിന്നുള്ള മോചനം നേടുകയാണ്. മനസ്സിലാവുന്നത് അങ്ങനെ ശരീഅത്ത് ക്ലിയർ ആക്കുകയാണ് ആദ്യം. ദുനിയാവുള്ള മഹബത്ത് അവന്റെ മനസ്സിൽ നീങ്ങുന്നതനുസരിച്ച് ശരീഅത്തും ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ദുനിയാവാണ് വലുതവൻ, അല്ലാഹു അല്ല അക്ബർ, ദുനിയാവാണ് അക്ബർ. അതുകൊണ്ട് ദുനിയാവിന്റെ പല കാര്യങ്ങൾ വരുമ്പോൾ ശരീഅത്തിന് വിരുദ്ധമായ കാര്യം, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുസരണക്കേട്, ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇത് നീങ്ങുന്നതനുസരിച്ച് ഇവർക്ക് ഈ ശരീഅത്തും ഭദ്രായി വരും. ശരീഅത്തിൽ പൂർണ്ണത വരുന്നതോടുകൂടി അവൻ ത്വരീഖത്തിൽ ഓട്ടോമാറ്റിക്കലി അവൻ പ്രവേശിക്കുകയാണ്. ഷെയ്ഖ് അവരെ വീണ്ടും ഉയർത്തുകയാണ്. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അങ്ങനെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അള്ളാഹുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുകയാണ്. അവരുടെ മനസ്സിൽ മഹാനായ ഉസ്മാൻ ഹാറൂനി അൽ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി അവരായിരുന്നു അവരുടെ മനസ്സിൽ. അവരോട് വല്ലാത്ത ആകർഷണം, അവരുടെ ആ ഒരു പ്രത്യേക രീതിയോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. അതുകൊണ്ട് അവരെ ലക്ഷ്യമാക്കിയിട്ടാണ് പോയത്. പോകുന്ന സന്ദർഭത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്ന, ആത്മീയ വീതിയിൽ നിറഞ്ഞു നിന്നിരുന്ന വലിയ സ്ഥാനപതിയായിട്ടുള്ള ഖൗസുൽ ആലം സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി നമ്മുടെ നേതാവായ ഷെയ്ഖ് അവറുകൾ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഷെയ്ഖ് അവറുകൾ ഇറാഖിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇറാഖിൽ തന്നെ ഉസ്മാൻ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഉള്ളത്. അപ്പോൾ തൻ്റെ ഒരു ബന്ധുവും കൂടിയാണ് മഹാനായ ഖൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അപ്പോൾ പോകുന്ന വഴിക്ക് അവരുടെ സന്നിധാനത്തിലേക്ക് ചെന്നു. അവിടെ തിങ്ങി നിറഞ്ഞൊരു സദസ്സിലായിരുന്നു ഖൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. ഈ ചെറുപ്പക്കാരൻ കയറി വരുന്നത് കണ്ടപ്പോൾ സാധാരണയിൽ നിന്ന് വിപരീതമായിട്ട് ഖൗസുൽ ആലം റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോയി സ്വീകരിച്ചു. എന്താ മോനെ വന്നത്? അങ്ങനെ അവിടെ നിന്നും മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബറക്കത്തെടുത്തു. വളരെ വിനയത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഇറാദത്ത് ഉസ്മാൻ ഹാറൂനി അൽ ചിശ്തി മഹാനവറുകളാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. ഷെയ്ഖ് അവറുകൾ സന്തോഷത്തോട് കൂടിയിട്ട്, നോക്ക് ഖൗസുൽ ആലം റളിയല്ലാഹു ചരിത്രത്തിലുള്ളതാണ്, ഞാൻ എന്തെങ്കിലും പറയല്ല, ചരിത്രത്തിലുള്ളതാണ്. ഖൗസുൽ ആലം റളിയല്ലാഹു അൻഹു എന്നോട് ബൈഅത്ത് ചെയ്തോളിന്ന് ആവശ്യപ്പെട്ടില്ല, മറിച്ച് അതിന് കൂടുതൽ അതിന് കൂടുതൽ പ്രോത്സാഹനം, മോട്ടിവേഷൻ ചെയ്യുകയാണ് ചെയ്തത്. മഹാനവറുകൾ എല്ലാ അനുഗ്രഹം കൊടുത്തത് മാത്രമല്ല, അവരുടെ ഭാവി കണ്ടറിഞ്ഞ് ഈ ഒരു ഉൾക്കാഴ്ചയുള്ള മഹാനായ ഖൗസുൽ ആലം റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹൗല് ഖുവ്വത്ത് കൊണ്ട് ഇജാസത്ത് പ്രകാരം ഞാൻ നിങ്ങൾക്ക് ഇന്ത്യയുടെ വിലായത്ത് നൽകിയിരിക്കുന്നു. ഖാജാ ഹിന്ദൽ വലി, ഇന്ത്യയുടെ വിലായത്ത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര അയക്കണം. അനുഗ്രഹം കൊടുത്ത് മഹാനായ ഖാജാറിൽ നിന്ന് അവിടുന്ന് യാത്രയാവാൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇന്ത്യയുടെ വിലായത്ത് നൽകിയിരിക്കുന്നു, അതായത് ഇന്ത്യയുടെ അധികാരം, ആത്മീയ വീതിയിൽ ഇന്ത്യയുടെ അധികാരം നൽകിയിരിക്കുന്നു. എപ്പോ ബൈഅത്ത് പോലും ചെയ്തിട്ടില്ല, അതിന്റെ മുന്നേ തന്നെ ഖൗസുൽ ആലം റളിയല്ലാഹു കൊടുക്കാൻ ചരിത്രത്തിലുള്ളതാണ്. അങ്ങനെ ഖാജാ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി ഹളറത്തിലേക്ക് വരികയും അവിടെ എത്തി മഹാനവർ അവരുമായി ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. എന്റെ ശൈഖുമാരെന്ന് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ ബൈഅത്തിന്റെ ആ ഒരു രംഗം. ഖാജാ റളിയല്ലാഹു അൻഹു തന്റെ ഷെയ്ഖുമായി ബൈഅത്ത് ചെയ്തതിന് ശേഷം ഷെയ്ഖ് അൻഫാസിയ ദിക്ർ ഖാജാ റളിയല്ലാഹു അൻഹു ഇട്ടുകൊടുത്തു. ശ്വാസത്തിലുള്ള ദിക്റിനെ ഇട്ടുകൊടുത്തു.
അൻഫാസിയായ ദിക്ർ നമുക്കൊക്കെ കിട്ടിയതുപോലെ നമ്മുടെ ശൈഖന്മാർ. ചിശ്തി ദാനമാണ്. ഖാദിരിയത്തിലും ഏകദേശം അത് തന്നെയാണ് ഔറാദ്. ചിശ്തിയത്തിലും ഖാദിരിയത്തിലും ഏകദേശം ഔറാദുകളൊക്കെ ഒരേപോലെയാണ്. അതിൻ്റെ രഹസ്യവും ഞാൻ പിന്നീട് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഖാജാ റളിയല്ലാഹു അൻഹു ഈ ദിക്ർ ഇട്ടുകൊടുത്ത് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖാജാ റളിയല്ലാഹു അൻഹു കണ്ണടച്ച് ദിക്ർ ഇട്ടുകൊടുത്ത് ഷെയ്ഖ് അവിടെ നിന്ന് പോയി. ഷെയ്ഖ് അവിടെ നിന്ന് പോയിട്ട് പിന്നെ വരുന്നത് ഏകദേശം ഒരു ദിവസം ആയിരിക്കും. ആ റൂമിലേക്ക് പിന്നെ പ്രവേശിച്ചു. ഖാജാ റളിയല്ലാഹു അൻഹു ദിക്റിൽ ഇരിക്കാൻ പറഞ്ഞ് അവിടെ ദിക്റിലിരുത്തിയിട്ട് അവർ പോയി. മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു മടങ്ങി വരുന്നത്. എന്നിട്ടാണ് പറയുന്നത്, എന്ത്? കണ്ണുകൾ തുറക്കുക ഖാജാ മൊയ്നുദ്ദീൻ, കണ്ണുകൾ തുറക്കുക. അപ്പോൾ ഖാജാ റളിയല്ലാഹു അൻഹു അപ്പോഴാണ് കണ്ണ് തുറക്കുന്നത്. അവർക്കൊരു മടിമൂഴ്ച്ചിൽ പോലും ഉണ്ടായില്ല. അവരവരുടെ റബ്ബിനുമായിട്ട് അടുക്കാനാണ് അവിടേക്ക് എത്തിയത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഖഫിയായ മറഞ്ഞതായ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ മറഞ്ഞ ദിക്റാണ്, ഖഫിയായ ദിക്റാണ് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ദിക്ർ മുത്തുനബിയിൽ കൂടി സഹാബാക്കളോട് കൈമാറി തന്റെ ശൈഖിലൂടെ കിട്ടിയപ്പോൾ അതിലങ്ങ് മുഴുകി. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഖാജ അതിലങ്ങനെ മുഴുകി. അത്രയും മണിക്കൂറുകൾ ഒരു ദിവസം പോയതറിഞ്ഞില്ല. മഹാനായ ഖാജ റളിയല്ലാഹു അൻഹുവോട് ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആകാശത്തിലേക്ക് നിങ്ങൾക്ക് നോക്കാം. ആകാശത്തിലേക്ക് നോക്കുന്നു. മൊയ്നുദ്ദീൻ, നിങ്ങൾ എന്ത് കാണുന്നു? മഹാനവറുകൾ ആകാശത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അർശിൻ്റെ ഉപരിഭാഗം വരെ കാണുന്നു. അൽഹംദുലില്ലാഹ്. ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, താഴോട്ട് നോക്കുക. മൊയ്നുദ്ദീൻ എന്ത് കാണുന്നു? താഴോട്ട് നോക്കി ഖാജാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 7-ാം ഭൂമിയുടെ അടുത്ത് തെഹ്തുസറ വരെ കാണുന്നു എന്ന്. ഓക്കെ, വശങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞു. ഖാജാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടിഞ്ഞാറൻ ചക്രവാളം വരെ കാണുന്നു. വിപരീത ദിശയിലേക്ക് നോക്കാൻ പറഞ്ഞു. കിഴക്കൻ ചക്രവാളം വരെ ഇപ്പോൾ കാണുന്നു. അൽഹംദുലില്ലാഹ്. ഖാജാ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കണ്ടപ്പോൾ ഇതെല്ലാം ലഭിച്ചു. വല്ലാത്ത കശ്ഫ് കറാമത്തൊക്കെയായി വന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും ഷെയ്ഖ് അവറുകളെ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവല്ല ചെയ്തത്. കാരണം അവരുടെ അടുക്കൽ ഒന്നുമല്ല. ഇതൊക്കെ സൃഷ്ടികളാണ്. ഇത് കാണാനല്ല, ഇതിനെത്തിക്കാനല്ല മഹാനവറുകൾ ഷെയ്ഖ് അവറുകളിലേക്ക് വന്നത്. ഈ കറാമത്തുകൾ അവർ ബൈഅത്ത് ചെയ്ത തുടക്കത്തിൽ തന്നെ തുടങ്ങിയെന്നർത്ഥം. പക്ഷെ അവർക്ക് അതായിരുന്നില്ല ലക്ഷ്യം. അതല്ല ലക്ഷ്യം. അത് ബൈഅത്തിന്റെ ലക്ഷ്യമേ അല്ല. ഇന്ന് ചില ആളുകൾ കറാമത്തുകൾ ഉണ്ടാകാൻ വേണ്ടി ബൈഅത്ത് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട് ഷെയ്ഖുമാരായിട്ട്. ഇത് കറാമത്ത്, എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ, അവിടെ പിശാചും വരും. ഈ രംഗം അള്ളാഹുവിന്റെ മാർഗമാണ്. ഇതിൽ പിശാച് അത്ഭുതങ്ങളുമായി വരും, സ്വപ്നങ്ങളുമായി വരും, പല നല്ല നല്ല സ്വപ്നങ്ങളുമായി വരും. അവിടെയൊക്കെ ഈ സ്വപ്നവും മറ്റുള്ളവരോട് പറഞ്ഞ് മുത്തുനബിനെ കണ്ടതും പരസ്യപ്പെടുത്തി, ഞാൻ ഇന്ന ആളെ കണ്ടിട്ടുണ്ട്, ഇന്ന ഷെയ്ഖിനെ കണ്ടിട്ട്, ഇതൊക്കെ പരസ്യപ്പെടുത്തിയിട്ടും അതിലോടൊക്കെ ഇവര് ഈ ആത്മീയ തലത്തിൽ ഞാനൊരു ഔന്നിത്യമുള്ള ആളാണെന്ന് അറിയിക്കുന്ന ഈ നെഫ്സിന്റെ അടിമയായി മാറാണ്. അങ്ങനെ ചികിത്സിക്കാനിരിക്കും ചിലവർ. കുറച്ചങ്ങോട്ട് എത്തുമ്പോഴത്തിന് പിന്നെ അവനിൽ നിന്നും കുറെ അത്ഭുതങ്ങളൊക്കെ വരും. തീർച്ചയായിട്ടും അള്ളാഹു തആല അഫ്ആലിയായ അള്ളാഹുവിന്റെ അഫ്ആലിന്റെ ആ അനുഭവങ്ങളും അതുപോലെ തന്നെ അള്ളാഹു തആല അവസ്ഥയിലേക്ക് മഖാമെ ഖൽബിലേക്കൊക്കെ ഒരാളെ ഉയർത്തുമ്പോൾ അയാളുടെ അവയവങ്ങളിൽ നിന്നും അയാളുടെ നാവിൽ നിന്നും എല്ലാ അത്ഭുതങ്ങളും വരും. അദ്ദേഹം ദുആ ചെയ്യാൽ ദുആ ഖബൂലായിരിക്കും. അദ്ദേഹത്തിന് അസ്മാ ഒന്നും പഠിക്കണ്ട, അല്ലാതെ തന്നെ ചികിത്സ ഒക്കെ ശരിയാവും. പിശാചൊക്കെ ഓടിയെന്നൊക്കെ വരും. പക്ഷേ അതൊക്കെ ഒരു പരീക്ഷണമാണ്. അവിടെ നിന്ന് ഇവൻ തങ്ങാൻ പാടില്ല. അവിടെ നിന്ന് ഇവൻ പോണം. ഇവനക്കത് ലക്ഷ്യാവാം. ആ ലക്ഷ്യായവന് വിലായത്തില്ല. ആ പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെട്ടു. അവൻ അവിടെ നിന്നു. ആ പദവിയിൽ അവൻ നിന്നു. അവനക്ക് ഉയർച്ചയില്ല. കാരണം അള്ളാഹ് നമ്മളൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഖാജാ റളിയല്ലാഹു അൻഹു അർശ് കണ്ടു, ഫർശ് കണ്ടു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആളുകളുണ്ട്, ഈ ബിദ്ഈ ആശയമുള്ള ആളുകളുണ്ടാവും. അവർ പറയും, ഉസ്താദ് തള്ളാൻ തുടങ്ങി എന്ന് പറയും. ഇത് തള്ളൊന്നല്ല. കാരണം ഇതൊന്നൊരു വിഷയമല്ല ഔലിയാക്കളെ മാർഗത്തിൽ. ഇതൊക്കെ വലിയൊരു സംഭവമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ പറയുമ്പോൾ അവരതിന് തള്ളു എന്ന് പറയും. പക്ഷെ ഔലിയാക്കളെ സംബന്ധിച്ച് ഇതൊരു വലിയ സംഭവമേ അല്ല. കാരണം എന്താ, ഈ അർശിനി കണ്ടാലും എന്താ കിട്ടാനുള്ളത്? എന്ത് പ്രതിഫലമാണ് അർശ് കണ്ടിട്ട് കിട്ടാനുള്ളത്? എന്ത് പ്രതിഫലമാണ് സ്വർഗം കണ്ടിട്ടും കിട്ടാനുള്ളത്? എന്ത് പ്രതിഫലമാണ് നരകം കണ്ടിട്ട് കിട്ടാനുള്ളത്? എന്ത് പ്രതിഫലമാണ് അമേരിക്കയുള്ള കാര്യം ഇവിടുന്ന് നമ്മൾ കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ ഉള്ളത്? അള്ളാഹിന്റെ ഇതൊരു പ്രതിഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹിനെ കിട്ടൂല. ഇതൊക്കെ സൃഷ്ടികളാണ്. അള്ളാഹിന്റെ ഔലിയാക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബൈഅത്ത് ചെയ്യുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ ബൈഅത്തിന് അള്ളാഹിനോടുള്ള മഹബത്തിൽ അള്ളാഹിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ബൈഅത്ത് ചെയ്യുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ലഭിക്കേണ്ടത് അവന്റെ ആത്മീയമായ നേത്രങ്ങൾ തുറക്കപ്പെട്ട് റൂഹിന്റെ ദർശനം, അള്ളാഹു താലാനെ അവന്റെ ആത്മീയമായിട്ടുള്ള ദർശനം, അള്ളാഹുവിനോടുള്ള ദർശനം കിട്ടണം എന്നാണ് അവൻ.
അള്ളാഹുവിന്റെ ഷുഹൂദിന് വേണ്ടിയിട്ടാണ് അവൻ. ദിക്റുല്ലാഹി അക്ബർ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയ. ആ അള്ളാനെ എനിക്ക് മഅരിഫത്ത് കൊണ്ട് എനിക്ക് എൻ്റെ അള്ളാനൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവന്റെ ലക്ഷ്യം തന്നെ അതാണ്. അങ്ങനെ ഉന്നത തലത്തിലെത്തി അള്ളാഹുവിൻ്റെ അഫ്ആലിനെയും അവന്റെ സിഫാത്തുകളെയും അവന്റെ തജല്ലിയാത്തുകളെയും ഷുഹൂദിനായി മുഴുകുന്ന മഹാന്മാരായ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അർശും കുർസിയും ലൗഹും കലമൊക്കെ സൃഷ്ടികളാവുന്ന ഒരു വിഷയമല്ല അവർക്ക്. അവരതിന് ലക്ഷ്യം വെച്ചിട്ടേ ഇല്ല. അവർക്ക് അത് കാണുമ്പോൾ തന്നെ പേടിയാണ്. പടച്ചോനെ ഇതിനെ തൊട്ട് എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞും കണ്ട്, അള്ളാഹുവേ നിന്നെ മറയാക്കുന്നതാക്കല്ലേ റബ്ബേ, ഇതൊരു മറയാവല്ലേ റബ്ബേ, ഞാൻ നിന്നെയാണ് തേടിയത് എന്നാണ് അവർ പറയുക. സ്വർഗത്ത് ചെന്നാൽ പോലും അവർ പറയൽ അതാണ്, അള്ളാഹുവേ നിന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം, നിന്നെ ഒരു ദർശനത്തിന് വേണ്ടിയിട്ടാണ് പടച്ചോനെ ഞങ്ങൾ സ്വർഗം ആഗ്രഹിച്ചത്, നിന്റെ ദർശനത്തിനാണ് ഞങ്ങൾ സ്വർഗം ആഗ്രഹിച്ചത്, അല്ലാതെ ഇവിടെയുള്ള ഈ ആസ്വാദനത്തിന് വേണ്ടിയിട്ടല്ല. ദുനിയാവിലെ ആസ്വാദനങ്ങളൊക്കെ ഞങ്ങൾ അതിനൊരു സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെയും നിന്നെയാണ് ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. എല്ലാ ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളിലും നിന്നെയാണ് ഞങ്ങൾ കണ്ടെത്താൻ പരിശ്രമിച്ചത് പടച്ചോനെ എന്നാണ് അവരുടെ അതാണ് പറയുക. അപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല. അർശ് കണ്ടു, കുർസി കണ്ടു, ലൗഹു കണ്ടു, ഏഴാം ഭൂമിയുടെ അടിഭാഗം വന്നു, ഗജനാവനാവ് തുറക്കപ്പെട്ടു, ദുനിയാവിനെ പുറങ്കാല് കൊണ്ട് തട്ടി ഒഴിവാക്കിയിട്ടാണ് ഈ മഹാന്മാർ അള്ളാന്റെ മാർഗത്തിൽ വന്നത് തന്നെ. അവർക്ക് അർശ് കണ്ടുകൊണ്ട് എന്താവാൻ? അവർക്ക് അതുകൊണ്ട് ഒന്നും ആവില്ല. അവർക്ക് അള്ളാനെ കിട്ടണം, അർശിന്റെ സ്ഥാനപതിയെ കിട്ടണം. അർശിൽ ആരാണോ ഇസ്തിവ ഉള്ളവൻ അവനെ കിട്ടണം. അർശിൽ ഇസ്തിവ ആരാണോ ഉള്ളത് ആ റബ്ബിനെ കിട്ടണം. ഈ ആഗ്രഹത്തിലാണ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഖാജാ റളിയല്ലാഹു തുടക്കത്തിൽ തന്നെ ഇതൊക്കെ കിട്ടി. ഇത് ഒടുക്കം വരെയും ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഇതേ ത്വരീഖത്തുകൾ സ്വീകരിച്ച് മുന്നേറുന്ന ആളുകളുണ്ടെങ്കിൽ അവർ അബദ്ധജടിലമായ സ്വർഗത്തിലാണെന്ന് മനസ്സിലായിക്കോളി. തൗബ ചെയ്ത് പഴയിക്കോളി. അള്ളാഹുവിനെ ലക്ഷ്യമാക്കി മുന്നേറാം. അങ്ങനെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്തു എന്നറിയോ? ഇതൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ട് വരെ മഹാനവറുകൾ 20 വർഷത്തോളം തൻ്റെ ഷെയ്ഖായ ഉസ്മാൻ ഹാറൂനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തെർബിയത്തിൽ ശിക്ഷണത്തിലായിക്കൊണ്ട് അവിടെ കഴിഞ്ഞുകൂടിയുന്ന മഹാനവറുകൾ മുത്തുനബിയുടെ കുടുംബപരമ്പരയിൽപ്പെട്ട ആളാണ്, സയ്യിദാണ്. പക്ഷെ അവർ ആ സയ്യിദ് എന്നുള്ള ആ അഹങ്കാരമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ തൻ്റെ ഷെയ്ഖിന് വേണ്ടിയിട്ട് പാദസേവ ചെയ്തു. അവിടെ ഖിദ്മത്തിലെ 20 വർഷത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി നടന്നു. തൻ്റെ ഷെയ്ഖിൽ നിന്നും ഹിർക്കയും ഖിലാഫത്തും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ നൽകി. മഹാനവറുകൾ ഉന്നതമായ ഫർദാനിയത്തിന്റെ മഖാമിലെത്തി. മനസ്സിലാവും. തൻ്റെ ഷെയ്ഖ് പിന്നീട് ദേശാടനം നടത്താൻ പറയുകയാണ്. അങ്ങനെ തൻ്റെ ഷെയ്ഖിന്റെ ഇജാസത്തോടു കൂടി 20 വർഷത്തിന് ഖാജാ റളിയല്ലാഹു അൻഹു വീണ്ടും മറ്റുള്ള മുൻഗാമികളെ, മറ്റുള്ള ഔലിയാക്കൾ, തന്നേക്കാൾ മുന്നേ ഉള്ള ഔലിയാക്കളെ സന്ദർശിക്കാനായിട്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അതൊക്കെയാണ് അവരുടെ ഉയർച്ച. ഖാജാ റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താനായത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ മറ്റുള്ള ഔലിയാക്കളെല്ലാം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായിരുന്നു. തന്നേക്കാൾ പ്രായത്തിൽ മുതിർന്ന സീനിയറായിട്ടുള്ള ആ മറ്റുള്ള ത്വരീഖത്തിലുള്ള ഔലിയാക്കളെയും മറ്റുള്ള മഹാന്മാരെ എല്ലാം ആദരിക്കുന്നവരായിരുന്നു. കാരണം ഈ ഉന്നതമായ ഫർദാനിയത്തിന്റെ മഖാമിൽ എത്തിയിട്ടും അവരെന്തായില്ല, വിനയം കൈവിട്ടില്ല. അവർ വീണ്ടും ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. പോയിട്ട് ഓരോ ഔലിയാക്കളുമായിട്ട് സഹവസിക്കുകയാണ്. അവരിൽ നിന്നും ദുആയും ആശീർവാദവും വാങ്ങി അവിടുന്ന് വീണ്ടും വിടുകയാണ്. അങ്ങനെ കാലങ്ങളോളം കഴിഞ്ഞു. ആ സന്ദർഭത്തിലാണ് അപ്പോഴും തൻ്റെ ബന്ധുമിത്രാദിയും തൻ്റെ ബന്ധുവും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഔലിയാക്കളായിട്ട് ഉന്നത പദവിയുള്ള നമ്മുടെ ഷെയ്ഖുന ഗൗസുൽ ആലം സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ജൂദി പർവ്വതത്തിലുണ്ട് എന്ന് ഖാജാ റളിയല്ലാഹു അൻഹു അറിവ് ലഭിച്ചു. ഖാജാ റളിയല്ലാഹു അൻഹു നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ട ജൂദി പർവ്വത നിരകളിലേക്ക് ഖാജാ റളിയല്ലാഹു അൻഹു പോവുകയാണ്. എന്തിനാണ് ഇത് പോണത്? തൻ്റെ ഷെയ്ഖിൽ നിന്നെല്ലാം ലഭിച്ചു, എന്നിട്ട് പോവുകയാണ് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട്, ബറക്കത്ത് വാങ്ങാൻ വേണ്ടി. അങ്ങനെ ജൂദി പർവ്വതത്തിൽ വെച്ച് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുമായി സന്ധിക്കുകയാണ്. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഈ ഖാജാ റളിയല്ലാഹു അൻഹുവിനെക്കാട്ടിയും വയസ്സ് കൂടുതലുള്ളവരാണ്, അവരാദ്യം ഉള്ളവരാണ്. ആ ഖാജാ റളിയല്ലാഹു അൻഹുവിനെ അവരെ ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു ഈ ഇറാഖിലേക്ക് തന്നെ തിരിച്ചു. അങ്ങനെ ഇറാഖിൽ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന്റെ കൂടെ 7 മാസത്തോളം ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി സഹവസിച്ചു എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് തമ്മിൽ ഭയങ്കര മിംഗ്ലിംഗ് ആണ്.
7 മാസത്തോളം അവർ നിരന്തര സഹവാസം എവിടേക്കും പോവാതെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ ഹളറത്തിൽ തന്നെയായിരുന്നു ഖാജ റളിയല്ലാഹു. അതുകൊണ്ട് പല മഹാന്മാരും പല ഉന്നതന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞു, ചിശ്തി ത്വരീഖത്ത് സ്വീകരിച്ച ഏതൊരാളുണ്ടോ അവരെല്ലാവരും ഖാദിരികളുമാണ്. അവരൊക്കെ മുഹ്യിദ്ദീൻ ഷെയ്ഖിന്റെ മുരീദാണെന്ന്. കാരണം എന്താണ്? ഖാജ റളിയല്ലാഹു അൻഹു അത്രയധികം മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സഹവാസത്തിൽ നിന്നും അവരുടെ ഫയലിനെ വാങ്ങിയിരുന്നു. അവരുടെ ഫയൽ സ്വീകരിച്ചിരുന്നു. അവരുടെ ആത്മീയമായ ഫയൽ ഖാജ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചിരുന്നു. അത് തന്നെ ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്നു? വിളംബരിച്ചു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഏകദേശം ഖാദിരിയത്തിനും ചിശ്തിയത്തിൻ്റെയും ആ ദിക്റുകളൊക്കെ ഏകദേശം ഒരേപോലെ കാണാൻ സാധിക്കും. മനസ്സിലാവുന്നു. ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി ഗൗസുൽ ആലമിൽ നിന്നും സഹവാസം സ്വീകരിച്ചു. അവരിൽ നിന്നും പാനം ചെയ്തു. ഇഷ്കിന്റെ കള്ള് പാനം ചെയ്തു. തൗഹീദിന്റെ കള്ള് പാനം ചെയ്തു. അങ്ങനെ പോവുകയാണ്. അങ്ങനെയാണ് ഖാജ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഇലാ ഹദറത്തി നബിയിന മുഹമ്മദിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ കണ്ണിൻ്റെ കുളിർമയായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലേക്ക് എത്തുന്നത്. അവിടെ സിയാറത്ത് ചെയ്യാറുണ്ട്. ഒരിക്കൽ സിയാറത്ത് ചെയ്തു. അവിടുത്തെ ചാരത്ത് റൗള ഷരീഫിന്റെ ചാരത്ത് ഉറങ്ങുന്ന സന്ദർഭത്തിലാണ് മഹാനവറുകൾ മുത്തുനബിയെ സ്വപ്നം കാണുന്നത്. സ്വപ്നത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഈനുദ്ദീൻ, നിങ്ങൾ ഹിന്ദുസ്ഥാനിലേക്ക് പോകണം, ഹിന്ദിലേക്ക് പോകണം, തൗഹീദിന്റെ വെളിച്ചം പകർന്ന് അവിടുത്തെ അന്ധകാരം മാറ്റണം എന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ച ഖാജ മുഈനുദ്ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ അതിനെ സ്വീകരിച്ചുകൊണ്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന 40 അനുയായികളുമായി എന്തു ചെയ്തു? ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ചെയ്യണം. ചിന്തിച്ചു നോക്കി, എന്തൊരു ത്യാഗമാണ് ചെയ്യുന്നത്. ചിന്തിച്ചു. ഇന്നത്തെ പോലുള്ള വാഹനങ്ങളൊന്നുമില്ല. എത്രയോ ത്യാഗം ചെയ്ത് അവർ ഹിന്ദിയിൽ അജ്മീറിൽ എത്തുകയാണ് ചെയ്തത്. അജ്മീറിലെത്തിയ ഒരു ഭാഗത്ത് കൂടി അവിടുന്ന് അനാസാഗർ തടാകത്തിൽ നിന്ന് വെള്ളവും മറ്റും ഉപയോഗിച്ച് ഒതുകൊടുക്കാനും സ്നാനത്തിനും എല്ലാം വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യാനുള്ള വെള്ളമൊക്കെ അതിൽ നിന്നാണ് എടുത്തിരുന്നത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അമുസ്ലിമീങ്ങൾക്ക് അത് വല്ലാത്ത അരോചകം തോന്നി. ഇവരോട് വല്ലാതെ അതിർത്തി തോന്നാൻ തുടങ്ങി. അവർ പുണ്യമായിട്ടാണ് ആ വെള്ളത്തെ കരുതിയിരുന്നത്. ആ പുണ്യമായിട്ടുള്ള വെള്ളം ഹൈന്ദവരല്ലാത്ത മറ്റൊരാളുകൾ എടുക്കുന്നുണ്ട്, അത് അശുദ്ധിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ രജപുത്ര രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. പൃഥ്വിരാജിന്റെ അടുക്കൽ വന്നുകൊണ്ട്, അന്നത്തെ രാജാവായ പൃഥ്വിരാജിന്റെ അടുക്കൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞു. പൃഥ്വിരാജ് എന്തു ചെയ്തു? ആ വെള്ളത്തിൽ നിന്ന് ഒന്ന് കുടിക്കാൻ പാടില്ല, അത് എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഖാജ റളിയല്ലാഹു അൻഹു അവരെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല. മറിച്ച് ഖാജ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ശരി, ഒരു കൂജ വെള്ളം ഞങ്ങൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൂജ വെള്ളം ഖാജ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തു? അതിൽ നിന്നും തൻ്റെ ശിഷ്യനെ വിട്ട്, തൻ്റെ മുരീദിനെ വിട്ട് ആ ഒരു കൂജയിൽ വെള്ളമെടുത്തോളിയിരുന്നു. അനാസാഗർ തടാകത്തിൽ ഈ കൂജ വെച്ച സന്ദർഭത്തിൽ ആ തടാകത്തിലുള്ള വെള്ളം മുഴുവൻ അതിലേക്ക് കയറിയാണ് ചരിത്രം പറയുന്നത്. മാത്രമല്ല, ആ അജ്മീറിൽ ഉണ്ടായിരുന്ന കിണറുകളിലും തടാകങ്ങളിലും എല്ലാം ഉള്ള വെള്ളവും പറ്റി. അവിടെയുള്ള മനുഷ്യന്മാർക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയായി. എന്നാൽ ഇവിടെയാണെങ്കിലോ ഈ കൂജയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഒതെടുക്കുന്ന മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം ചെയ്യും. അവര് രാജാവിൻ്റെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. രാജാവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ഖാജായുടെ അടുക്കലേക്ക് പോയിട്ട് നമ്മൾ ക്ഷമാപണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഖാജ റളിയല്ലാഹു അടുക്കൽ വന്നും കണ്ട് ക്ഷമാപണം ചെയ്തും കണ്ട് നമുക്ക് അവർക്ക് അനുവദിച്ചു കൊടുക്കുക, എന്നാലും വേണ്ടില്ലേ നമുക്ക് വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പൃഥ്വിരാജ് അതിന് തയ്യാറായില്ല. പൃഥ്വിരാജ് ഒന്ന് ഏറ്റുമുട്ടാൻ തന്നെ തയ്യാറായി. അല്ല, നമ്മൾക്ക് വേറൊരു മാർഗം നോക്കാം എന്ന് പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ മാരണപ്പണിക്കാരുണ്ടായിരുന്നു, ഗൂഢോത്രക്കാരൻ, മാരണപ്പണി ചെയ്യുന്ന ആൾ, മായാജാലങ്ങളൊക്കെ ചെയ്യും. അജയ്ബാൽ എന്ന് പറയും. അജയ്ബാലിനോട് പറഞ്ഞു അവർക്കെതിരെ പ്രതിരോധിക്കാൻ പറഞ്ഞു. കാരണം ഇതൊരു മാജിക്കും ഇതുപോലുള്ള മാരണപ്പണിയാണെന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. അജയ്ബാലും അങ്ങനെ തെറ്റിദ്ധരിച്ചു. അജയ്ബാൽ എന്തു ചെയ്തു? തൻ്റെ ആളുകളൊക്കെ കൂട്ടിച്ചെന്നു. ഖാജ റളിയല്ലാഹു അൻഹു അഗ്നിയുടെ അമ്പുകൾ എറിയാൻ തുടങ്ങി. അതായത് ഇവരിൽ കുറെ ഗുണങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ലാഹു തആല ഈ ഭൂതവർഗങ്ങളുമായിട്ട് ഇന്നും കാണാം ഈ സേവ, പിശാചുകളെ സേവിച്ച് നടക്കുന്ന, മൂർത്തികളെ സേവിച്ച് നടക്കുന്ന എത്രയോ സന്യാസിമാരുണ്ട്. പല അത്ഭുതങ്ങളും കണ്ടാണ് ആളുകൾ നമ്മളെ സമുദായത്തിലെ ആളുകൾ പോലും അത്ഭുതങ്ങൾ കണ്ടുപോണത് കാണാൻ. എന്നാൽ ആ അത്ഭുതങ്ങളൊന്നും നമ്മളെടുത്ത് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിശ്വാസികളെടുത്ത് നടക്കൂല. കാരണം എന്താ? അത് അല്ലാഹു തആല നൽകുന്നതാണ്. ഭൂതവർഗങ്ങൾക്ക് നമ്മളെക്കാൾ കൂടുതൽ കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ഭൂതവർഗങ്ങളെ സ്വാധീനിച്ച് പലതും ഇവിടെ ചെയ്യാൻ പറ്റും. ചില മറഞ്ഞ കാര്യങ്ങളും പലതും എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് വരും.
അതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്നില്ല. അത് ഭൂതവർഗങ്ങൾക്ക് അള്ളാഹു നൽകണം. അതും ഭൂതവർഗങ്ങളിലുള്ള കഴിവുകളല്ല. അത് ഭൂതവർഗങ്ങളിലും അവിടെ അള്ളാഹ് എന്ത് ചെയ്യാണ്, അവർക്ക് അങ്ങനെയുള്ള കഴിവുകൾ അള്ളാഹ് നൽകുക. അത് അള്ളാഹുവിന്റെ കഴിവാണ്, അല്ല ഭൂതവർഗത്തിന്റെ കഴിവല്ല. ആ ഭൂതവർഗത്തിനെയോ മറ്റോ നമ്മൾ വിശ്വസിക്കൂല, മൂർത്തികളോ വിശ്വസിക്കും. അങ്ങനെ അജയ്ബാൽ എന്ത് ചെയ്തു, വലിയ അതൊക്കെ ചെയ്തപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഖാജാ റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരെ കൂട്ടിയിട്ട് ഒരു വലയം ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഒരു വലയം വെച്ചു. ശിഷ്യന്മാർ അതിൻ്റെ ഉള്ളിലാണ് അവർ. അതോട് കൂടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു തീയുടെ കാര്യങ്ങളും ഒന്നും തന്നെ എന്തായില്ല. അന്ന് അഗ്നിപൂജകരായിരുന്നു പലരും. തീയുമായിട്ടുള്ള കളികളാണ്. അങ്ങോട്ട് ഏഷണില്ല, ഉള്ളിൽ കേഷണില്ല. അവർ പരാജയപ്പെട്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് തിരിച്ചു പോവാണ്. അതേ സന്ദർഭത്തിൽ ഖാജാ റളിയല്ലാഹു മറ്റുള്ള പല കാര്യങ്ങളും അതിൽ കൂടെ തീയിനെ പൂജിക്കുന്ന ആരാധിക്കുന്ന ആളുകളുടെ മുന്നിൽ ആളുകളെ തീയിൽ കിടത്തിയിട്ട് ഒരു മുറിവ് പോലും ഇല്ലാതെ ഒരു പൊള്ളൽ പോലും ഇല്ലാതെ ആ തീയിൽ നിന്നും വീണ്ടെടുക്കുന്ന പല കറാമത്തുകളും അല്ലാഹു തആലാന്റെ സഹായം കൊണ്ട് ഖാജാ റളിയല്ലാഹു അവരെ കാണിച്ചു കൊടുത്തു. മരണപ്പെട്ടവരെ പോലും അല്ലാഹു തആലാന്റെ ഇറാദത്ത് കൊണ്ട് അല്ലാഹു തആലാന്റെ സഹായം കൊണ്ട് ഖാജാ റളിയല്ലാഹു ജീവിപ്പിച്ചു എന്നൊക്കെ അവരുടെ കറാമത്തുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഷാരിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ പല വിധത്തിലും ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ഞാൻ എൻ്റെ അടുത്ത് നിന്നുള്ള സ്വന്തമായിട്ട് പറയുന്നതല്ല. അവസാനം അജയ്ബാലിന് മനസ്സിലായി ഇതിലെന്തോ ഒരു വിഷയമുണ്ട്, ഈ വലയം ഇട്ടതിൽ, ഈ വളയം വരച്ചതിൽ. അതുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ ചെന്നിട്ട് ഇവരുടെ ഈ സിഹിർ ബാത്തിലാക്കാം, ഇവരുടെ മാജിക് ഈ മാരണം ബാത്തിലാക്കാം എന്നുള്ള നിലക്ക്, അത് നശിപ്പിച്ച് കളയാം എന്നുള്ള നിലക്ക് അജയ്ബാൽ പറന്നു എന്നാണ് ആകാശത്തിൽ. കണ്ടോ, അങ്ങനെ പലതും എന്തുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. ഭൂതവർഗങ്ങളെ സ്വാധീനിച്ചുകൊണ്ടും മറ്റും പലതും ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിൽ അതിനൊന്നും വില ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പറക്കുന്നതിനൊക്കെ കറാമത്തുണ്ടെങ്കിൽ ഒലിയാവുമെങ്കിൽ നമ്മൾ കൊതുകിനൊക്കെ ഒലിയാക്കേണ്ടി വരും. അൽ കൊതുക് ഒലിയുള്ളാഹി എന്ന് പറയേണ്ടി വരും. അതിനൊക്കെ നമ്മൾ അടിച്ചു കൊല്ലലാണ് അല്ലേ. പരുന്തുണ്ട്, കഴുകനുണ്ട്. ഇനി വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതൊക്കെ അവരൊക്കെ ഒലിയാണെന്നുണ്ടെങ്കിൽ അൽ തവള ഒലിയുള്ളാഹി എന്ന് പറയേണ്ടി വരും. വെള്ളത്തിലുണ്ട്, പുറത്തുണ്ട് തവള. രണ്ടിനും പറ്റ കരയിലും കടലിലും ഒരേപോലെ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്, വെള്ളത്തിലെന്നൊക്കെ പറഞ്ഞിട്ട്. തിമിംഗലം ഒലിയുള്ളാഹി വെള്ളത്തിലൂടെ പോകും. അതൊന്നും അത്ഭുതമല്ല. അത്ഭുതങ്ങൾ കാണിച്ചതുകൊണ്ടും കാരണം അത് അല്ലാഹു തആല അത്ഭുതങ്ങളിൽ കൂടെ വെളിവാക്കുന്നു. ആ അല്ലാഹ് പറയാണ് അതിനെയൊന്നും അതൊക്കെ എൻ്റെ കഴിവുകളാണ്. നിങ്ങൾ സൃഷ്ടികളെ ആരാധിക്കാൻ പാടില്ല, സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസം അവസാന കാലം ദജ്ജാൽ വരും. എന്തെല്ലാം അത്ഭുതങ്ങൾ ഇവിടെ അല്ലേ. ഇവിടെ വരൾച്ചയുള്ള സ്ഥലത്തൊക്കെ അവൻ പറഞ്ഞ മഴ പെയ്യാൻ തുടങ്ങും, പച്ച പിടിക്കാൻ തുടങ്ങും. എന്താ മരിച്ചവർ അവൻ അള്ളാഹ് ജീവിപ്പിക്കാൻ തുടങ്ങും. അള്ളാഹിന് കഴിവ് കൊടുക്കണം. അതുകൊണ്ടും യഥാർത്ഥ വിശ്വാസികൾ അത് വിശ്വസിക്കൂല. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നതാണ്. എനിക്ക് നല്ലോണം മനസ്സിലായി, ഞങ്ങളെ റസൂൽ ആദ്യം പറഞ്ഞു നീ ഇതൊക്കെ ചെയ്യുമെന്ന്. നീ ദജ്ജാൽ തന്നെയാണ്, കാഫിറാണ് എന്ന് പറയും. കാഫിർ എന്ന് പറഞ്ഞാൽ നിഷേധി എന്നേ ഉള്ളൂ. സത്യത്തെ നിഷേധിച്ചവർ, പ്രവാചകരെ അനുസരിക്കാത്തവർ, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കാത്തവർ എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ചിലർ കാഫിർ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയൊരു തെറിയാണ് പറയണത് എന്ന് അറിയാത്ത പല മുസ്ലിം സുഹൃത്തുക്കളും ഉണ്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കണം. അങ്ങനെയല്ല. കാഫിർ എന്ന് പറഞ്ഞാൽ സത്യപ്രവാചകനെ അവർ വിശ്വസിച്ചില്ല, പ്രവാചകരെ അംഗീകരിച്ചില്ല, അവർക്കാണ് കാഫിർ. അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസത്തിന് നിരാകരിച്ചു. അതിന് അറബി പറയുന്ന പേരാണ് കാഫിർ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പൊ അതൊന്നും ഒരു വലിയൊരു കാര്യമൊന്നുമല്ല. ഖാജാ റളിയല്ലാഹു ഇവർ പറന്നു, അജയ്ബാൽ പറന്നു ആ വലയത്തിൽ ഭേദിച്ചുകൊണ്ട് താഴേക്ക് വരാൻ നോക്കി. ഖാജാ റളിയല്ലാഹു എന്ത് ചെയ്തു? തൻ്റെ മെതിയടി, അതായത് കാലിലെ ചെരുപ്പങ്ങട് മേലെ കിട്ടും. മെതിയടി പറന്നു. ഞങ്ങൾക്ക് പറക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ മെതിയടി പറന്നോളൂ. ആ മെതിയടി പറന്നു അവന്റെ തലക്ക് അടിച്ചടിച്ചിട്ട് അജയ്ബാലിനെ താഴേക്ക് ഇറക്കി. ഖാജാ റളിയല്ലാഹു കാലിൽ വന്നു. അവന് സത്യം മനസ്സിലായി. അവൻ മേലക്ക് പോയപ്പോൾ മനസ്സിലായി എന്ത്, തൻ്റെ പോലെ മാരണപ്പണിയല്ല ഇവിടെ ഈ ഫക്കീർ ചെയ്യുന്നത്, ഈ സാധു ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി. അവർ പറഞ്ഞു നിങ്ങൾ മാരണപ്പണിയല്ല ചെയ്യുന്നത് മനസ്സിലായി, നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രത്യേകം നിയോഗിതരായ ദൈവത്തിൻ്റെ ഇഷ്ടദാസനാണെന്ന് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ റസൂലായ മുഹമ്മദ് നബിയെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് പരിശുദ്ധ കലിമ ചൊല്ലി അവർ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. അവരും ഇസ്ലാമിലേക്ക്. അല്ലാതെ യുദ്ധം ചെയ്തിട്ടില്ല ഖാജാ റളിയല്ലാഹു അൻഹു. ഈ 90 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ മനസ്സിലായി. അവർക്കെതിരായി കളിച്ചവരെല്ലാം അവർക്ക് പരാജയപ്പെട്ടു പോയി. മഹാനായ ഖാജാ മൊയ്‌ദീൻ ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സത്യത്തിന്റെ മാർഗം, ഈ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചത്
അവരുടെ അള്ളാഹു നൽകിയ കറാമത്തുകളെ കൊണ്ടും അവർക്ക് അള്ളാഹു താല കൽബിൽ നൽകിയ ഈമാന്റെ 100 കൊണ്ടും സൽസ്വഭാവം കൊണ്ടും കാരുണ്യം കൊണ്ടും അല്ലേ വിനയം കൊണ്ടുമായിരുന്നു. അവരുടെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ അമുസ്ലിമീങ്ങളായ ആളുകളെ പോലും കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും, വെള്ളം കൊടുക്കും, അവർ ദരിദ്രർക്ക് അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ആ നിലക്ക് വളരെയധികം സ്നേഹത്തോടു കൂടിയായിരുന്നു മഹാനവറുകൾ പെരുമാറിയിരുന്നത്. അങ്ങനെ മഹാനവറിലേക്ക് അടുത്ത ഈ നമ്മുടെ നാട്ടിലുള്ള ഈ ആളുകൾ അവരെന്ത് ചെയ്തു? ഖാജ റളിയല്ലാഹു സ്വഭാവം കണ്ടു, സൽസ്വഭാവം കണ്ടു, വിനയം കണ്ടു എന്ന് മാത്രമല്ല, അവരിൽ അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ചെയ്യുന്നത് കണ്ടു. അള്ളാഹുവിലുള്ള വിശ്വാസം അവർക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അവർ സ്വമേധയാലാണ് എന്ത് ചെയ്യുന്നത്? അവര് പരിശുദ്ധ കലിമ ചൊല്ലി മുസ്ലിം ആവണം, അല്ലാതെ വേറൊന്നുമല്ല. അവർക്ക് കാണുകയാണ്. ഖാജ റളിയല്ലാഹു നിങ്ങൾ മുസ്ലിം ആയിക്കോളി എന്ന് പറയല്ല ചെയ്യുന്നത്. അങ്ങനെ കാണൂല. നിങ്ങൾ മുസ്ലിം ആവെന്ന് പറയുന്നത് കാണൂല. ചരിത്രം വായിച്ചാൽ കാണാൻ സാധിക്കും. ഖാജ റളിയല്ലാഹു അങ്ങനെ ചെയ്തിട്ടില്ല. മറിച്ച് ഖാജയിൽ ഒരു പ്രത്യേകമായ ദൈവിക സാമീപ്യവും ദൈവികമായ അനുഗ്രഹങ്ങളും ഖാജ റളിയല്ലാഹു ഇവർ ദർശിക്കുകയാണ്, ഇവർ കാണുകയാണ്. അങ്ങനെ കാണുമ്പോൾ ഇതൊരു സത്യമാണല്ലോ, ഇവർക്ക് ദൈവം ഇവർ പറയുന്നതെല്ലാം ദൈവം എന്ത് ചെയ്യുന്നു? സാധിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല, ഇവരടുത്ത് വരുമ്പോൾ തന്നെ സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഇവരൊന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തിന് അത് സ്വീകാര്യമാകുന്നു. അപ്പൊ ഇത് തന്നെയല്ലേ സത്യം എന്ന് മനസ്സിലാക്കി അവർ ഇസ്ലാമിലേക്ക് വരികയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോ ഖാജ റളിയല്ലാഹു എന്ന് പറയുന്നത് വല്ലാത്തൊരു വ്യക്തിത്വമാണ്. അല്ലാഹു തആല ഇന്ത്യയിലെ ജനതയ്ക്ക് സന്മാർഗത്തിന് വേണ്ടി അയച്ചവരാണ്. അവർ ജനങ്ങൾക്ക് അല്ലാഹുവിനെ സംബന്ധിച്ച് തിരിച്ചറിയിച്ചു കൊടുത്ത് 2 ഭാഗം ഉണ്ടായിരുന്നു. എല്ലാവരെയും അവരവർ ത്വരീഖത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല, അവർ ത്വരീഖത്തിലേക്ക് ബൈഅത്ത് ചെയ്തു കൊടുത്തിരുന്നില്ല. അതേ സ്ഥാനത്ത് എല്ലാവരും ഇസ്ലാമിലേക്കാണ് അവരെന്ത് ചെയ്തിരുന്നത്? അവർ ഇവരുടെ പ്രവർത്തനവും ഇവരുടെ സൽസ്വഭാവവും കണ്ടിട്ട്, ഇവരിലുള്ള അള്ളാഹുവിന്റെ സഹായം കണ്ടിട്ട് അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വരാ ചെയ്തത്. ആ ഇസ്ലാമിലേക്ക് വന്ന എല്ലാവരെയും ബൈഅത്ത് ചെയ്ത് തന്റെ ത്വരീഖത്തിൽ പ്രവേശിപ്പിച്ചതായി കാണാൻ സാധിക്കില്ല. അതേ സ്ഥാനത്ത് ഖാജ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ അറിഞ്ഞവര്, കൂടുതൽ അടുത്തവര്, അവരിലുള്ള പ്രത്യേകമായ വിശേഷണങ്ങൾ കാണുമ്പോൾ അവർക്ക് അവരുടെ റബ്ബായ അള്ളാഹു, ഖാജയുടെ റബ്ബായ അള്ളാഹു, ഖാജ എങ്ങനെയാണ് ഈ അള്ളാഹുവുമായിട്ട് ഇത്രയധികം സാമീപ്യം കരസ്ഥമാക്കിയത്, എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി മാറിയത്, അതുപോലെ ഞങ്ങൾക്കും ആവണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഖാജയിലേക്ക് അടുക്കുന്നവർക്കാണ് ഖാജ റളിയല്ലാഹു ബൈഅത്ത് ചെയ്തു കൊടുത്തിട്ട് അവരെന്ത് ചെയ്തത്? ത്വരീഖത്ത് കൊടുക്കാൻ തുടങ്ങിയത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അവർക്ക് മഅരിഫത്ത് കൊടുക്കാൻ തുടങ്ങി. അതാണ് അവരുടെ ഖലീഫുമുള്ള മാറി 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 നമ്മളിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മശായിഖന്മാരിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഖാജ റളിയല്ലാഹുവിന്റെ ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഇന്ന് നമ്മുടെ മശായിഖന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവരിലേക്ക് കൂടുതൽ സഹവസിക്കുന്ന ആളുകളെ വിലായത്തിന്റെ ഉത്തുംഗ പദവിയിലേക്ക് അവരെത്തിച്ചു. അവർ തവക്കുലിന്റെ ഉന്നതമായ മകുടോദാഹരണമായിരുന്നു. കാരണം കയ്യിലൊന്നുമില്ലാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പ്രകാരം ഇന്ത്യയിലേക്ക് വന്നവരാണ്. ഒരു സഹായവും ഇല്ലാതെ, ആരുടെ സഹായവും ഇല്ലാതെ അള്ളാഹിന്റെ സഹായം മാത്രം പ്രതീക്ഷിച്ച് അള്ളാഹു തവക്കുൽ ചെയ്തിട്ടാണ് അജ്മീറിൽ എത്തിയിട്ട് അവർ പ്രവർത്തനങ്ങൾ തുടങ്ങി. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ആ വിധത്തിൽ അവരെ സഹായിക്കുകയും ഇന്നും ആളുകൾക്ക് ഖാജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗരീബ് നവാസ് അല്ലേ, പാവങ്ങളെ സഹായിക്കുന്നവരാണ്, അനുഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം അവരെ കാണിച്ചില്ല എന്നുള്ളതാണ് രസം. അവരെ കാണിച്ചില്ല, അവർ മുത്തുനബിയാണ് കാണിച്ചത്. മുത്തുനബിയും അവരും തമ്മിൽ വല്ലാത്ത ബന്ധമായിരുന്നു എന്നാണ്. മുത്തുനബിയും അവരുമായും വല്ലാത്ത ബന്ധമായിരുന്നുമാണ്. ഏത് പ്രകാരം എന്ന് പറഞ്ഞാൽ മുത്തുനബി യഖ്ലത്തിൽ തന്നെ അവരുമായി സന്ദർശിക്കുമായിരുന്നു എന്നാണ്. അവിടെ അജ്മീറിൽ ദർഗാ ഷരീഫ്, ആ ദർഗാ ഷരീഫ് ഖാജ റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന വീടാണത്. അവരുടെ റൂമിലാണ് അവരെ മറവ് ചെയ്തത്. അവിടെ ജന്നത്തു ദർവാസ എന്ന് പറഞ്ഞിട്ട് ഒരു വാതിൽ കാണാൻ സാധിക്കും. ആ പള്ളിയോട് ചേർന്നിട്ട് അഭിമുഖമായിട്ട് അവിടെ സ്വർഗവാതിൽ എന്നാണ് പറയുന്നത്, ജന്നത്തു ദർവാസ. എന്താ കാരണം? അതിലൂടെയായിരുന്നു ഇത്രേ മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാജയെ സന്ദർശിച്ചിരുന്നത്. ആ വാതിലിലൂടെ ആയിരുന്നു. അവരുടെ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന വാതിലൂടെ ആയിരുന്നു. അത് ചരിത്രത്തിൽ പറയുന്നത് ഞാൻ പറയാം. ചരിത്രത്തിൽ വ്യക്തമായിട്ട് അതിനെ സംബന്ധിച്ചൊക്കെ കാര്യങ്ങളുണ്ട്, മനസ്സിലായി. ശേഷം അവിടെ ഖുലഫാക്കളും നിലാമുദ്ദീൻ മെഹബൂബ് ഇലാഹി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള എത്ര മഹാന്മാര് ഇവിടെ സന്തോഷത്തോടെ ജനങ്ങളോട് സഹവസിക്കുകയും
കാരുണ്യത്തോടെ ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അല്ലെ, അമുസ്ലിമീങ്ങൾ, അവിടെ ക്രിസ്ത്യാനികൾ, ഹൈന്ദവര്, ജൂതന്മാർ, ഇങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഈ മഹാന്മാരായ ഔലിയാക്കളെ ഹദറത്തിലേക്ക് വന്നിരുന്നു. കാരണം ഇവർ അങ്ങനെയുള്ള ഉത്തമമായ സ്വഭാവക്കാരായിരുന്നു. അവരിൽ നിന്ന് അനുഗ്രഹം ലഭിക്കും എന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇവരെല്ലാം ഇവരെ സന്ദർശിച്ചിരുന്നു. അവർക്കെല്ലാം വല്ലാതെ ഇഷ്ടമായിരുന്നു. ഏത് ഹൈന്ദവനായാലും ക്രിസ്ത്യാനി ആയാലും ഏത് മതക്കാരനായാലും അവർക്കൊക്കെ ഈ ഖാജാ റളിയല്ലാഹു അൻഹു ഇഷ്ടമായിരുന്നു. അവിടെ ഖുലഫാക്കളെയും എല്ലാവരും ഇഷ്ടമായിരുന്നു. കാരണം ആ വിധത്തിൽ അവർ ജനങ്ങളുമായി ഇടപെട്ടിരുന്നു. അതായത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥ സ്വഭാവമായിരുന്നു അവർ കാണിച്ചു കൊണ്ടിരുന്നത്. എന്തായാലും അൽഹംദുലില്ലാഹ്, ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഖാജാ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഒരു ചെറിയ വിവരണമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, പറയാൻ സാധിച്ചിട്ടുള്ളൂ. അതുവഴി ബർക്കത്തെടുക്കാൻ അല്ലാഹു തആല അതുവഴി എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ഖാജാ റളിയല്ലാഹു അൻഹുവിന്റെ ഫൈൽ കൊണ്ട് അനുഗ്രഹിക്കട്ടെ, നിസ്ബത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തആല ബർക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല അവരുടെ വഴിയിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ശൈഖുമാരുടെ പദവികളെല്ലാം നാൾ ഉയർത്തട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ശൈഖുമാർ, ഉസ്താദുമാർ, മാതാപിതാക്കന്മാർ എല്ലാവർക്കും, നമ്മുടെ ഇണകൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല ആരോഗ്യത്തോടുകൂടി ദീർഘായുസ് നൽകട്ടെ. അല്ലാഹു തആല ആയുസ്സിലും ആരോഗ്യത്തിലും ധനത്തിലും റിസ്ഖിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിലായി ജീവിച്ചു മരിക്കുന്ന തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല അവൻ്റെ ഔലിയാക്കളുടെ വഴിയെ സ്വീകരിച്ചുകൊണ്ട് മുന്നേറാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നൽകിയ നിഅമത്തുൽ ഇസ്തിഖാമത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മളെ ഏവരെ കൊണ്ടും അല്ലാഹു തൃപ്തിപ്പെടുമാറാകട്ടെ. ബിജാഹി സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിജാഹി സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.